തുടങ്ങി. ഞാൻ ഒരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും 40 കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് എല്ലാവർക്കും ഹായ് ഹായ് ഷിബു ഹായ് ചേട്ടൻ. ഹായ് 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 എല്ലാവർക്കും ഹായ്. ഹായ്. അപ്പൊ നമ്മള് ഇൻടു ആക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്ക് ഒരു ജീവിത രീതി പ്രൊവൈഡ് ചെയ്യുകയാണ്. നമുക്കൊരു പാറ്റേൺ ഓഫ് ലൈഫ്, ഒരു ജീവിത രീതി, അല്ലെങ്കിൽ ഒരു പഴയ ജീവിതത്തിൽ നിന്ന്, സെൽഫ് ഫിൽ ആയിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് വളരെ സന്തോഷപൂർണവും ആഹ്ലാദപൂർണവും സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് വാഗ്ദാനം ചെയ്യുക. അപ്പൊ സ്റ്റെപ്പ് 1, 2, 3 എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ആത്മീയമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കുന്നതും, 4, 5, 6, 7 എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇതുവരെ നമ്മുടെ ഈ ഗിൽറ്റ് ആൻഡ് ഷെയിം, അതായത് അപമാനത്തിന് നമ്മൾ ചെയ്തിട്ടുള്ള ചില പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ 8, 9 എന്താണ് ഇത്തരം കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തലയുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റാരും കാണാതെ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും പുറത്തെടുത്തുകൊണ്ട് ലോകമായിട്ട് നമ്മൾ ഒരു രമ്യതയിലേക്ക് ഏർപ്പെടാൻ, അല്ലെങ്കിൽ അമൻസ് ചെയ്തുകൊണ്ട് ജീവിതത്തിലെ ആ കാര്യങ്ങളെല്ലാം നേരെയാക്കാൻ, അതായത് നമ്മുടെ സൈഡ് ഓഫ് ദ റോഡ്, നമ്മുടെ സ്ട്രീറ്റിന്റെ നമ്മുടെ സൈഡ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് 8ഉം 9ഉം നമ്മളെ സഹായിക്കുക. അപ്പം സ്റ്റെപ്പ് 7ൽ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും അപാകതകളുണ്ടോ. സ്റ്റെപ്പ് 6 നമുക്ക് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചതിന് ശേഷം സ്റ്റെപ്പ് 7ൽ ഈ അപാകതകൾ മാറ്റുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ ഡെയിലി വീണ്ടും നമ്മൾക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 7ൽ നമ്മളത് പ്രാർത്ഥിക്കുന്നു. അപ്പം 8ഉം 9ഉം നമ്മുടെ ഭൂതകാലത്തിലെ ചെയ്തികളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അതിനൊരു വർക്ക് ആവശ്യമുണ്ട്, ഒരു പ്രവൃത്തി ആവശ്യമുണ്ട്. ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്, നമ്മൾ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഡെഡ് എന്നല്ലേ പറയുന്നത്. അപ്പം അതിന് നമ്മളുടെ ഒരു സഹകരണം, പൂർണ്ണമായ ഒരു സഹകരണം ആവശ്യമുണ്ട്. നമുക്കറിയാം, 4-ാം പടി എത്തിക്കഴിഞ്ഞ് 4-ാം പടിയിൽ നമ്മൾ ആദ്യത്തെ കോളത്തിന്റെ മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പ് 8 and 9. ഒന്നാമത്തെ കോളത്തിന്റെ മുകളിൽ സ്റ്റെപ്പ് 8 and 9 നമുക്കറിയാം. അന്ന് തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ഈ കോളം സ്റ്റെപ്പ് 8 and 9 ഉപയോഗിക്കേണ്ടതാണ്. ഈ 4-ാം പടി കഴിയുമ്പോൾ നമ്മൾ ഈ കടലാസ് കീറിക്കളയോ അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അതിനകത്ത് പ്രത്യേകം തന്നെ പറയുന്നുണ്ട്, ഇത് കീ ടു ഫ്യൂച്ചർ എന്നാണ്, നമ്മുടെ ഭാവിയുടെ താക്കോൽ അതിനകത്താണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും തീർച്ചയായും ആ ലിസ്റ്റ് ഉണ്ടാകണം. അങ്ങനെ ഈ 4, 5, 6, 7 പടികളിൽ നമ്മൾ ഡിഫക്ട്സ് നമ്മുടെ വൈകല്യങ്ങളെ നമ്മൾ അസറ്റാക്കി മാറ്റുകയാണ്. നമ്മൾ സത്യസന്ധനല്ലെങ്കിൽ സത്യസന്ധനായി മാറുന്നു, നമ്മൾ സ്നേഹമില്ലാത്തവനാണെങ്കിൽ സ്നേഹമുള്ളവനായി മാറുന്നു. അങ്ങനെ വൈകല്യങ്ങളെല്ലാം ഒരു മുതൽക്കൂട്ടായിട്ട് മാറ്റുകയാണ്. അപ്പോ ഈ പാസ്റ്റിന്റെ റിപ്പയറിങ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ഭൂതകാലത്തിലെ തെറ്റുകൾക്കുള്ള റിപ്പയറിങ് ആണ് ഈ ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് നമുക്ക് അതിന് പ്രത്യേകിച്ച് പറയുന്നത്, ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് 3 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു. പേജ് 58, പിന്നെ കൂടാതെ 75, പിന്നെ പേജ് 77, 3 പേജിലായിട്ട് പറയുന്നുണ്ട് ഏത് അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത്. അപ്പം സ്റ്റെപ്പ് 8 എന്താണ്? ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു പട്ടിക തയ്യാറാക്കി അവരോടെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി. അതിനകത്ത് കീവേഡ് എന്താണ്? എല്ലാവരുടെയും പട്ടിക തയ്യാറാക്കി, ഞങ്ങൾ തയ്യാറായി, നമ്മൾ റെഡിയായി. അതാണ് 2 കീവേഡ്. അപ്പോ സ്റ്റെപ്പ് 8 ഒരു പ്രിപ്പറേറ്ററി സ്റ്റെപ്പാണ്. നമുക്കറിയാം സ്റ്റെപ്പ് 8ഉം 9ഉം മറ്റുള്ള സ്റ്റെപ്പുകൾക്ക് വ്യത്യസ്തമായ പിന്നീട് പുറകെ പറയാം. അപ്പം നമ്മൾ അമൻസ് ചെയ്യാനായിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, നമുക്ക് ചില കാർഡുകളിൽ നമ്മൾ ഈ 1-ാം കോളത്തിൽ നിന്ന് ഓരോ പേരുകൾ എഴുതിയെടുക്കുക. അവരോട് നമ്മൾ ഇപ്പോൾ തന്നെ
നൗ ഇപ്പോൾ തന്നെ നമ്മൾ തയ്യാറാണെങ്കിൽ പ്ലസ് ആക്കുക. ഇനി അത് ലേറ്റർ പിന്നീടാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ, അവിടെ മൈനസ് ലേറ്റർ എന്ന് എഴുതിയിട്ട് മൈനസ് എന്ന് എഴുതുക. ചിലപ്പോൾ നമ്മൾ മേ ബി നമ്മൾ ഉടനെ തന്നെ ചെയ്യാവുന്ന, മേ ബി നമ്മൾ ഒരു പക്ഷേ നമ്മൾ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, നെവർ എന്നാണെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്പോൺസർമാർ പറയാറുണ്ട്. ഏതായാലും അതൊക്കെ ഓരോ സ്പോൺസർമാർ അവരവരുടെ സഹായം ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പം ഈ തരം, അതായത് ഉടനെ അല്ലെങ്കിൽ പിന്നീട്, ഒരിക്കലുമില്ല, ചിലപ്പോൾ എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാറുണ്ട്, ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട്. അപ്പോ എന്താണ് ഇതിന്റെ എല്ലാത്തിന്റെയും പർപ്പസ്? നമ്മളെ ബെറ്റർ പീപ്പിൾ ആക്കുക എന്നതിനേക്കാൾ ഉപരിയായി ബെറ്റർ സെർവന്റ് ആക്കുക. ബെറ്റർ സെർവന്റ് ആക്കുന്നതിലൂടെ, അതായത് മറ്റുള്ളവരെ സഹായിക്കുക, ലോകത്തെ സഹായിക്കുക എന്ന് ചെയ്യുന്നതിലൂടെ, അതിലൂടെ ബെറ്റർ പീപ്പിൾ ആകുക, മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുക. അത് കുറെ കീവേഡുകൾ പറയുന്നുണ്ട്. ഒരു മതഭ്രാന്തനെ പോലെ നമ്മൾ പെരുമാറരുതെന്നും, അതിനെന്താ പറയുന്നത്, ബ്രാൻഡഡ് ഫനാറ്റിക്സ് എന്നാണ്. മതഭ്രാന്തനെ പോലെ പെരുമാറരുത്, റിലീജിയസ് ബോർഡ്സ് എന്ന് വെച്ചാൽ മതത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ബോറടിപ്പിക്കുന്നവരാകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഓപ്ഷൻസ് ഒക്കെ അവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ്. അപ്പം ഇനി നമുക്ക് സ്റ്റെപ്പ് 9 എന്താണ് പറയുന്നത്? പ്രത്യക്ഷപരമായി പരിഹാരം ചെയ്യുന്നവരോ അവർക്കോ മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു. അപ്പൊ നമുക്കറിയാം, ഇത് കണ്ണിൽ അത് നേരിട്ട് പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ആയിട്ട് കണ്ണിൽ നോക്കി, അല്ലെങ്കിൽ വൺ ഓൺ വൺ ഒരാളെ നേരിട്ട് കണ്ടുകൊണ്ട് ഫേസ് ടു ഫേസ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം വേറെവർ എന്നുള്ള വാക്കാണ് അവിടെ ഒരു കീവേഡ് നമ്മൾ പോകുന്നത്. വേറെവർ, വെന്നെവർ എന്നല്ല. വെന്നെവർ എന്ന് പറഞ്ഞാല് നമുക്കൊരു നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച്, നമ്മൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാവുന്ന കാര്യമാണ് വെന്നെവർ എന്നാണെങ്കിൽ. അതിനൊരു ഇമ്പോർട്ടന്റ് ഇല്ല. പക്ഷെ വേറെവർ എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്, ഉടനെ ചെയ്യേണ്ടതാണ്, ആസ് സൂൺ ആസ് പോസിബിൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അല്ലെങ്കിൽ വെന്നെവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും പിന്നീട് മാറ്റിവെക്കാനായിട്ട് തയ്യാറാകും. അപ്പൊ ടാക്ട് എന്നുള്ളൊരു വാക്കുണ്ടാകും. ചില നല്ല പ്രവൃത്തി ചാതുര്യത്തോട്, നയ സമീപനത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ആദ്യത്തെ ഒരു അപ്രോച്ച് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നതിന് മുമ്പ്, നമ്മുടെ ഡോക്ടർ ബോബിന്റെ ഒരു കാര്യം ഞാനൊന്ന് വായിക്കാം. കാരണം ഡോക്ടർ ബോബ് അമൻസിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇത് സ്വബോധാവസ്ഥയിലേക്ക് എത്തിയത്. അതായത്, വെൻ വി റീഡ് ദ ഫോർവേഡ് ടു ദ സെക്കൻഡ് എഡിഷൻ, അതായത് രണ്ടാമത്തെ എഡിഷന്റെ ആമുഖം വായിക്കുമ്പോൾ, ഇറ്റ് സൗണ്ട്സ് ആസ് ദോ ഡോക്ടർ ബോബ് നെവർ ടുക്ക് അനദർ ഡ്രിങ്ക് ആഫ്റ്റർ ബിൽ വിസിറ്റഡ് വിത്ത് ഹിം ദ ഫസ്റ്റ് ടൈം. അതായത് ആദ്യത്തെ ദിവസം ബിൽ ഡബ്ല്യു അവനെ കണ്ടതിന് ശേഷം 5-5.5 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം പിന്നീട് കുടിച്ചില്ല എന്ന തോന്നലിലേക്ക് നമ്മൾ എത്തിച്ചേരും. ദാറ്റ്സ് ഇസ് ട്രൂ. അത് സത്യമല്ല. ഡോക്ടർ ബോബ് ഹാഡ് വൺ മോർ ഡ്രിങ്ക് ലെഫ്റ്റ് ഇൻ ഹിം. ഒരു പ്രാവശ്യം കൂടി വീണ്ടും കുടിച്ചു. Not too long after Bill called on him and they began to try to work with the people, Bob found it necessary to go to medical convention. അതായത് ബിൽ ഡബ്ല്യു ഡോക്ടർ ബോബിനെ കണ്ടതിന് ശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ, മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ കൺവെൻഷന് പോകേണ്ടി വന്നു. ഹിസ് വൈഫ് ആൻ ബെഗ്ഡ് ബിൽ നോട്ട് ടു ലെറ്റ് ഹിം ഗോ. ആനി ബിൽ ഡബ്ല്യുവിനോട് പറഞ്ഞു അവനെ വിടരുത്. ഷീ സെഡ്, ബിൽ he goes over there, he will get drunk, he does it every year. അതായത് എല്ലാ വർഷവും കൺവെൻഷന് പോകുമ്പോൾ അവൻ കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ വർഷം അവൻ പോകുമ്പോൾ കുടിക്കും. ആൻഡ് ബിൽ സെഡ്, ലെറ്റ് ഹിം ഗോ, അവനെ വിടൂ. ഹി ഈസ് ഗോയിങ് ടു ലേൺ ടു ലിവ് ഇൻ സൊസൈറ്റി വേർ ദർ ഈസ് ഓൾവേസ് ഗോയിങ് ബി പ്ലെന്റി ഓഫ് ആൽക്കഹോൾ. അവൻ ഈ ലോകത്ത് ജീവിക്കാനുള്ളവനാണ്. ലോകം മുഴുവനും മദ്യം നിറഞ്ഞു നിൽക്കുന്ന അവിടെ ഈ സൊസൈറ്റിയിൽ, ഈ സമൂഹത്തിന്റെ ഉള്ളിൽ അവന് ജീവിക്കാനുള്ളതാണ്. ബോബ് വെന്റ് ടു ദി മെഡിക്കൽ കൺവെൻഷൻ. അവൻ മെഡിക്കൽ കൺവെൻഷന് പോയി. ഗോട്ട് ഡ്രങ്ക്, വീണ്ടും കുടിച്ചു. കെയിം ബാക്ക് ടു അക്രോൺ, അക്രോണിലേക്ക് തിരിച്ചു വന്നു. ആൻഡ് ഷോവഡ് അപ്പ് അറ്റ് ഹിസ് നേഴ്സസ് ഹോം. അതായത് അദ്ദേഹം ടാക്സി വിളിച്ച് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സിന്റെ വീട്ടിലേക്കാണ് പോയത്. അവള് ഷീ കോൾഡ് ആനീനെ വിളിച്ചു പറഞ്ഞു. ആൻഡ് സെഡ്, കം ആൻഡ് ഗെറ്റ് ഹിം, വരൂ, ഇവിടെ വന്ന് അവനെ വിളിച്ചോണ്ട് പോകും. ഹി ഈസ് ഡ്രങ്ക്, അവൻ കുടിച്ചിരിക്കുന്നു. ഗെറ്റ് ഹിം സോബർഡ് അപ്പ്, അവനെ പെട്ടെന്ന് സുബോധവാനാക്കണം. ഹീസ് ഗോട്ട് സർജറി ഇൻ ദ മോർണിംഗ്, അവന് നാളെ രാവിലെ ഒരു സർജറി ഉണ്ട്. ആൻഡ് ഹീ ഈസ് ദ ഓൺലി ഡോക്ടർ ഓൺ സ്റ്റാഫ്
റൈറ്റ് നൗ ദാറ്റ് ക്യാൻ ഡു ദിസ് പർട്ടിക്കുലർ സർജറി. ഈ പ്രത്യേക സർജറി ചെയ്യാൻ പറ്റിയ ഒരു ഡോക്ടർ ഇവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനെ സുബോധവാനാക്കും. നാളെ രാവിലെ സർജറി ഉണ്ട്. ഡോക്ടർ ബോബ് വാസ് എ പ്രൊക്ടോളജിസ്റ്റ്. അവനൊരു പ്രൊക്ടോളജിസ്റ്റ് ആയിരുന്നു. വാട്ട് എവർ യുവർ പ്രൊക്ടോളജിസ്റ്റ് ഈസ്, ഐ ആം ഗ്ലാഡ് ഹി വാസന്റ് വർക്കിംഗ് ഓൺ മൈൻ ദ നെക്സ്റ്റ് മോർണിംഗ്. ഐ നോ ദാറ്റ്. ദേ വെന്റ്, അതായത് അവനൊരു പ്രൊക്ടോളജിസ്റ്റ് ആണെങ്കിലും കുടിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് ആരും വർക്ക് ചെയ്യില്ല. ദേ വെന്റ് ഓവർ ആൻഡ് ഗോട്ട് ദം ആൻഡ് ബോട്ട് ഹിം ബാക്ക് ടു ഡോക്ടർ ബോസ് ഹൗസ്. അവര് ആ നേഴ്സിന്റെ വീട്ടിൽ പോയിട്ട് അവനെ തിരിച്ചു കൊണ്ടുവന്നു. ദേ കോഫീഡ് ഹിം അപ്പ് ആൻഡ് ദേ വാക്ക്ഡ് ഹിം അറൌണ്ട് ആൻഡ് സോബേർഡ് ഹിം അപ്പ് ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി. അവർക്ക് കൊടുക്കാൻ പല കാര്യങ്ങളെല്ലാം അവന് കൊടുത്ത് എത്രമാത്രം അവനെ സുബോധാവസ്ഥയിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഒരു സോബറാക്കാൻ പറ്റുമോ അത്ര അവർ സോബറാക്കി. നെക്സ്റ്റ് മോർണിംഗ് ബിൽ ടുക്ക് ഡോക്ടർ ബോബ് ടു ദ ഹോസ്പിറ്റൽ ടു ഡു ദ സർജറി. അടുത്ത ദിവസം ബിൽ ഡബ്ല്യു ഡോക്ടർ ബോബിനെ സർജറിക്ക് ആയിക്കൊണ്ടേ. ഇൻ ദ പാർക്കിംഗ് ലോട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഡോക്ടർ ബോബ് സെറ്റ്, ബിൽ ഐ കാൻ ഡു ദിസ് സർജറി. പാർക്കിംഗ് ലോട്ടിൽ വെച്ച്, അതായത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ബില്ലിനോട് പറഞ്ഞു, എനിക്ക് ഈ സർജറി ചെയ്യാൻ കഴിയില്ല. ഐ ആം സിക്ക്, എനിക്ക് അസുഖമുണ്ട്. ആൻഡ് ഐ ആം ഷേക്കിംഗ്, ഞാൻ ഷേക്ക് ചെയ്യണം. ആൻഡ് ഐ ആം ട്രംബിളിംഗ് ആൻഡ് ഐ ആം ഗോയിങ് ടു ഹർട്ട് സംബഡി ബാഡ്. ഞാൻ ചെയ്യാൻ പോകുന്ന ആളെ ഞാൻ വളരെയധികം മോശം, അല്ലെങ്കിൽ എനിക്ക് ഈ ഹർട്ട് ചെയ്യും, ഉപദ്രവിക്കും. ബിൽ റീച്ച്ഡ് ഇൻ ദ ബാക്ക് സീറ്റ് ഓഫ് ദ കാർ. ബില്ല് പുറകിൽ നിന്ന് കൈ നീട്ടി ഔട്ട് എ ബോട്ടിൽ ഓഫ് ബിയർ, ഒരു ബിയർ കൊടുത്തു. പോപ്പഡ് ദ ടോപ്പ് ഓൺ ഇറ്റ്, അതിന്റെ മുകൾ ഭാഗം പൊട്ടിച്ചു അവന്റെ കയ്യിൽ കൊടുത്തു. ഡ്രിങ്ക് ദിസ് ആൻഡ് യു വിൽ ബി ഓക്കെ, ഇത് കുടിക്കൂ, നീ ഓക്കെ ആവും. ഡോക്ടർ ബോബ് ഡ്രങ്ക് ദ ബിയർ, വെന്റ് അപ്സ്റ്റേഴ്സ്. അവൻ ബിയർ കുടിച്ചതിന് മുകളിൽ പോയി. ഡിഡ് ദ സർജറി ആൻഡ് ഷുവർ ഇനഫ് ഇറ്റ് കെയിം ഔട്ട് ഓക്കെ. അങ്ങനെ അത് സർജറി ചെയ്തു. ദ ഓൺലി പ്രോബ്ലം വാസ് ഹി ഡിസപ്പിയർഡ്. പക്ഷെ ആ സർജറിക്ക് ശേഷം ബോബിനെ കാണാനുണ്ടായില്ല. ബില്ല് ഈസ് വെയിറ്റിംഗ് ഓൺ ഹിം ഡൗൺ ഇൻ ദ പാർക്കിംഗ് ലോട്ട്. ബില്ല് പാർക്കിംഗ് ലോട്ടിൽ ബോബിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹി വെയിറ്റ്സ് 2-3-4 hours. ഏകദേശം 3-4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. ഹി അസ്യൂംസ് ദാറ്റ് ഹിസ് ബിയർ വാസ് ട്രിഗേർഡ് ദ അലർജി ആൻഡ് ബോബി ഈസ് ഓഫ് ആൻഡ് റണ്ണിങ്. ബില്ല് വിചാരിച്ചു അവന്റെ ബിയർ കുടിച്ചതിന് ശേഷം ശരീരത്തിൽ അലർജി ഉണ്ടാവുകയും വീണ്ടും കുടിക്കാനായി അവൻ ഓടിയിട്ടുണ്ടാവും. ഹി ഗോസ് ബാക്ക് ടു ഡോക്ടർ ബോബ്സ് ഹൗസ്. അവൻ വീണ്ടും ഡോക്ടർ ബോബിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ബിൽ ആൻഡ് ആനി വെയിറ്റ് ഓൾ ആഫ്റ്റർനൂൺ. ഉച്ച തിരിഞ്ഞ് മൊത്തം അവനെ കാത്തിരുന്നു. ലേറ്റ് വളരെ വൈകി ദാറ്റ് ഈവനിങ് ഡോക്ടർ ബോബ് ഷോസ് അപ്പ് ആൻഡ് ഹി ഈസ് സോബർ. ഡോക്ടർ ബോബ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ സുബോധവാനായിരുന്നു. ബിൽ സെഡ്, വേർ ഇൻ ദ ഹെൽ ഹാവ് യു ബീൻ? നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഹി സെഡ്, ഐ ഹാവ് ബീൻ ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ ബോത്ത് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്, മേക്ക് മൈ അമൻസ് ടു ദം ദോസ് ഐ ഹാവ് ഹാംഡ് ഇൻ ദ പാസ്റ്റ്. എന്റെ ഭൂതകാലത്ത് ഞാൻ തെറ്റ് ചെയ്ത എല്ലാവരെയും കണ്ടുപിടിക്കാനായി ഞാൻ ഈ സ്ട്രീറ്റിന്റെ 2 സൈഡിലൂടെയും നടന്നു. എല്ലാവരോടും ഞാൻ രമ്യതയിൽ ഏർപ്പെട്ടു. ദാറ്റ് ബോട്ടിൽ ഓഫ് ബിയർ വാസ് ദ ലാസ്റ്റ് ഡ്രിങ്ക് ഡോക്ടർ ബോബ് ടുക്ക്. അതാണ് ഡോക്ടർ ബോബിന്റെ അവസാനത്തെ കുടി. ഹി നെവർ വുഡ് മേക്ക് അമൻസ് ബിഫോർ ബിക്കോസ് ഹി വാസ് അഫ്രൈഡ് പീപ്പിൾ. അതിനു മുമ്പ് അവൻ മനസ്സിലേർപ്പെട്ടിട്ടില്ല. അവൻ ആളുകളെ ഭയമായിരുന്നു. വുഡ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ഹി വാസ് ആൽക്കഹോൾ ആൻഡ് ഹി വുഡ് ലോസ് വാട്ട് ലിറ്റിൽ പ്രാക്ടീസ് ഹി ഹാഡ് ലെഫ്റ്റ്. അതായത് അവന്റെ ജോലി നഷ്ടപ്പെടുമോ, വളരെ ചെറിയൊരു പ്രാക്ടീസ് അവന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അതുപോലും നഷ്ടപ്പെടുന്നുമോ എന്ന് അവൻ ഭയപ്പെട്ടു. ഹി ഡിഡ്ന്റ് നോ ദാറ്റ് എവരിബഡി ഓൾറെഡി ന്യൂ ദാറ്റ് ഹി വാസ് ആൽക്കഹോളിക്. അവൻ ആൽക്കഹോളിക് ആണെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം അവൻ തിരിച്ചറിഞ്ഞില്ല. ഹിസ് റൂഡ് അപ്പ് ദ കറേജ്. അവൻ ആ ധൈര്യം സമ്പാദിച്ചു. കൂടുതൽ ധൈര്യവാനായി അവൻ എല്ലാവരോടും ഏർപ്പെട്ടു. അതാണ് അവന്റെ അവസാനത്തെ കൂടെ. നൗ ഐ വുഡ് അസ്യൂം ഇറ്റ്സ് ഗുഡ് ഇനഫ് ഫോർ ഡോക്ടർ ബോബ്, ഇറ്റ്സ് പ്രോബബ്ലി ഗുഡ് ഇനഫ് ഫോർ മീ ടു. ഇതാണ് ഡോക്ടർ ബോബിന്റെ അവസാനത്തെ കൂടി. ഇത് നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനകരമാണ്. നമുക്ക് 8-9 പടികളിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെയൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു റിവ്യൂ. ഇനി ഞങ്ങൾക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്. നമുക്ക് ശ്രമം കൂടാതെ ഉള്ള വിശ്വാസം മൃതതുല്യമാണ് എന്ന് ഞങ്ങൾ കാണുന്നു. നമുക്ക് 8-9 പടികളിലേക്ക് നോക്കാം. അതാണ് ബിഗ് ബുക്കിൽ പറയുന്നത്. ഞങ്ങൾ ദ്രോഹിച്ചിട്ടൊരു ലിസ്റ്റ് അവരോടൊപ്പം പ്രായത്തിത്വം ചെയ്യാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വയം കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് ആ ലിസ്റ്റ് ഉണ്ടായത്. അത് 4-ാം പടി ചെയ്തപ്പോഴാണ് ലിസ്റ്റ് ഉണ്ടായത്. ഇപ്പൊ കോളം 1 നമ്മൾ ദ്രോഹിച്ചിട്ടുള്ളവര് ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു കഠിനമായ സ്വയം ബോധ്യപ്പെടലിന് വിധേയമായിട്ടുണ്ട്. അപ്പോ ഇപ്പോഴും നമ്മുടെ സഹജീവികളിലേക്ക് ചെല്ലുകയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള നാശനഷ്ടങ്ങളിലെ തകരാറുകൾ നീക്കുകയും ചെയ്യാനായിട്ടാണ് നമ്മൾ പോവുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഉടനടി ചെയ്യേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. 4 കോളമാണ്. 1, 2, 3, 4 കോളം. ലേറ്റർ എന്താണ്? പിന്നീട് കുറച്ച് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യാവുന്ന രീതിയിൽ ലേറ്റർ. മേ ബി, ഒരു പക്ഷേ, ഒരു വേള, ചിലപ്പോ, നെവർ, ഒരിക്കലും ഇല്ല. കാരണം ഒരിക്കലും ഇല്ല, അല്ലെങ്കിൽ
ലേശം പോലും നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. കാരണം അത് ഒന്നെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തെ ബാധിക്കും, അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു റൈറ്റ് നൗ ലേറ്റർ മേ ബി നെവർ, റൈറ്റ് നൗ ലേറ്റർ മേ ബി നെവർ, അങ്ങനെ 4 കോളത്തിൽ നമ്മൾ ഈ പേരുകളൊക്കെ എഴുതുകയാണ്. അപ്പം ഈ ലിസ്റ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ നമ്മൾ നേരിട്ട് ഫേസ് ടു ഫേസ്, ഐബോൾ ടു ഐബോൾ, വൺ ഓൺ വൺ, കണ്ണിൽ കണ്ണിൽ നോക്കി മുഖാമുഖം നമ്മളിത് ചെയ്യണം. റൈറ്റ് നൗ എന്താണ്? റൈറ്റ് നൗ മിക്കവാറും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഭാര്യ, എന്റെ ഭാര്യ, അമ്മ, മക്കള്, അയൽവക്കക്കാര്, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവരെ പെടുന്നതാണ്. അപ്പം ഡയറക്റ്റ് അമൻസ് ആണ്, നേരിട്ടുള്ള പ്രായച്ചിത്തം, നഷ്ടപരിഹാരം ഉണ്ടാക്കുക, കൊടുക്കുക. വേറെവർ പോസിബിൾ, എവിടെയെങ്കിലും സാധ്യമായ അവസ്ഥകൾ പെട്ടെന്ന് തന്നെ. അപ്പോ അക്സെപ്റ്റ് വെൻ ടു ഡു സോ വുഡ് ഇഞ്ചർ ദം ഓർ അതേഴ്സ്, അതായത് അവരെ ദ്രോഹിക്കുകയോ അവർക്ക് ക്ഷതം പരിപ്പിക്കുകയോ അവർക്ക് മുറിവേൽക്കുകയോ ചെയ്യാത്ത വിധത്തിൽ വേണം നമ്മൾക്കിത് ചെയ്യാൻ. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് കുറെ ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഗൈഡ് ലൈൻസ് ആണ്, നമ്മൾ അവരെ വിമർശിക്കരുത്, അവരുടെ തർക്കത്തിൽ ഏർപ്പെടരുത്, നമ്മുടെ സ്ട്രീറ്റിന്റെ സൈഡ് മാത്രം നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്, അവരെന്ത് ചെയ്യണമെന്ന് അവരോട് പറയരുത്, അവരുടെ കുറ്റം ഡിസ്കസ് ചെയ്യരുത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യരുത്. നമ്മുടെ സ്റ്റിക്ക് ഓർ അവർ ഓൺ, നമ്മുടെ കുറ്റത്തിലാണ് നിലനിൽക്കുന്നത്. പിന്നെ വളരെ കാമായിരിക്കണം, ഫ്രാങ്ക് ആയിരിക്കണം, ഓപ്പൺ ആയിരിക്കണം. വളരെ തുറന്ന മനസ്സോടു കൂടിയാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മൂന്നാലഞ്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് തീർത്ത ഭാഗത്ത് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മളോട് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ശത്രുതയുള്ള ഒരാളുടെ അടുത്തേക്ക് നമുക്ക് പോകേണ്ടി വന്നാലും നമ്മൾ പോകണം. കാരണം ഒരു കൂട്ടുകാരന്റെ അടുത്തേക്ക് പോകുന്നതിനേക്കാളും നല്ലത് അവിടേക്ക് പോകുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അവനോട് ഒരു കയ്പ് നിറഞ്ഞ അനുഭവം ഉണ്ടെങ്കിലും നമ്മളത് ചവച്ചരച്ച്, ആ കയ്പ് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്, അതാണ് ഞാൻ നോക്കണം. അത് ഓക്കെ, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? അപ്പൊ അടുത്തത് എന്ന് പറഞ്ഞാല് 10 കേസുകൾ ഇപ്പൊ പോവുകയാണെങ്കിൽ 9 കേസുകൾ നല്ല രീതിയിലായിരിക്കും അവസാനിക്കുക. ഒരു കേസ് മാത്രമേ ആയിരിക്കും എതിർത്താന്ന് വെച്ചാൽ ഒരു സമാധാനത്തിന്റെ നമുക്ക് അമൻസ് ഏർപ്പെടാൻ പറ്റും. 10 കേസ് പറയുകയാണെങ്കിൽ 9 കേസുകൾ സമാധാനം, ഒരു കേസൊക്കെ ആയിരിക്കും നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ കൂടെ അവരുടെ അടുത്തേക്ക് പോകുന്നില്ല. ഒരാള് നമ്മൾ സോറി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അതിന് രമ്യതയിൽ ഏർപ്പെടും, പണം കൊടുക്കാനുള്ളവർ കൃത്യമായി പണം കൊടുക്കാൻ നമ്മൾ തയ്യാറായതിനു ശേഷം വീണ്ടും നമ്മൾ വിളിക്കുന്നില്ല, നമ്മളോട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നില്ല. കാരണം ഇത് നമ്മള് ഡാമിൽ അർപ്പിച്ച വെള്ളം പോലെയാണ് അതവിടെ കിടക്കും എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു കാര്യം ഉള്ളത്, നമ്മള് പണം കടം മേടിച്ചിട്ടുണ്ടാകാം, അവരെ നമ്മൾ പറ്റിക്കുന്നില്ല. നമുക്ക് ഇപ്പൊ $100 ഉള്ളെങ്കിൽ $5 വെച്ചിട്ട് അയച്ചു തരാമെന്നോ മാസങ്ങളിൽ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ശ്രമങ്ങൾ നടത്തുകയാണ്. നമ്മൾ പണം കടം മേടിച്ചിട്ടുള്ളവരുടെ അടുത്ത്. അപ്പൊ നമ്മള് നാളെ തരാന്നല്ല പറയാ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തരാന്നല്ല പറയാ. ഇന്ന് തന്നെ പോകുമ്പോ തന്നെ $5 $10 കൊടുത്തുകൊണ്ട് അവരെ, എത്ര പണിയാണ് ഇപ്പൊ 10,000 രൂപ മേടിച്ചെങ്കിൽ 1000 രൂപ കൊടുത്തുകൊണ്ട് ബാക്കി ഞാൻ കുറച്ച് തരാമെന്ന് പറഞ്ഞ് അവരെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം നമുക്ക് ഭയം, ഈ കടക്കാരുള്ള ഭയം നമ്മൾ അകറ്റേണ്ടതുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ലൈബിൾ ടു ഡ്രങ്ക് എന്ന് പറയാം, വീണ്ടും നമ്മൾ കുടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വി ആർ ഓപ്പൺ, നമ്മളൊരു തുറന്ന മനസ്സോടുകൂടി ഇത് ഫേസ് ചെയ്യണം. അടുത്ത എന്താണ്? ക്രിമിനൽ ആക്ടിവിറ്റീസ്. ചിലപ്പോൾ നമ്മൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മൾ തുറന്നു പറഞ്ഞാല് നമ്മുടെ ജോലി നഷ്ടപ്പെടാം, നമ്മുടെ ഡൈവോഴ്സിലായി പോയേക്കാം, അങ്ങനെയുള്ള ഇതുണ്ട്. പക്ഷെ ബിഗ് ബുക്കിൽ 58-ാമത്തെ പേജിലും നമ്മൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. 76-ാമത്തെ പേജിലും 79-ാമത്തെ പേജിലും 3 പ്രാവശ്യം നമ്മൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം 3 പ്രാവശ്യം റിപ്പീറ്റഡ്ലി പറഞ്ഞതുകൊണ്ട് തന്നെ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് ബിഗ് ബുക്ക് സ്റ്റഡി ഒക്കെ ചെയ്യുമ്പോൾ പറയാ. 3 കാര്യങ്ങൾ, പേജ് 58, പേജ് 76, പേജ് 79-ല് ഞാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോട്ട് ഷ്രിങ്ക് എനിത്തിങ്, നമ്മൾ ഒന്നും മുക്കിക്കളയുന്നില്ല, ഓർക്കാതിരിക്കുന്നില്ല. അപ്പൊ നമ്മളൊരു പുതിയ ജീവിത രീതി തുടങ്ങുകയാണ്.
പിന്നെ അടുത്തത് ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഈ കാര്യങ്ങള് ഇപ്പൊ ഒരു ജയിലിൽ പോകേണ്ട കേസുകളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കൗൺസിൽ വിത്ത് സ്പോൺസേഴ്സ് എന്നാണ്. അപ്പൊ നമ്മുടെ സ്പോൺസർമാരുമായിട്ട് ചർച്ച ചെയ്യുക, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മെന്റർമാരുമായിട്ട് ചർച്ച ചെയ്യുക. അപ്പൊ വളരെ 5-ാം പടി കഴിഞ്ഞതിന് ശേഷം സ്പോൺസർമാർ വേണ്ട എന്ന് പറയുന്നിടത്ത് നമ്മൾ മറ്റൊരു ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പലപ്പോഴും 10-ാം പടിയിൽ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ 5 പടി കഴിഞ്ഞതിന് ശേഷം സ്പോൺസർ ഉപേക്ഷിക്കില്ല. നമ്മൾ അങ്ങനെ ഒരാളെ മെന്ററോ സ്പോൺസറോ എന്നൊക്കെ വിളിക്കുന്ന ആളെ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും നിൽക്കുകയാണ്. അപ്പൊ അപ്പൊ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുകയും ഞങ്ങൾ അധികാരികളുടെ ഇടയിൽ വിവരിച്ചതിൽ അതൊരു പക്ഷെ ഞങ്ങളെ ജയിലിൽ എത്തിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത എന്താണ്, കണക്കിൽ കുറഞ്ഞ പണം അത് നികത്താനുള്ള മാർഗവും ഇല്ലാതെ കുഴയുന്ന അവസ്ഥയിൽ, എന്ന് വെച്ചാൽ പണം ഇല്ലാണ്ട് നമ്മൾ കുഴയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. ഈ വക കാര്യങ്ങളൊക്കെ മറ്റൊരാൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പുറത്തിറങ്ങി ജയിലിൽ അടയ്ക്കപ്പെടുകയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്യും. ഒരുപക്ഷെ കണക്ക് സൂക്ഷിക്കുന്നതിനുള്ള നിസ്സാരമായ എന്തെങ്കിലും പാകപ്പിഴയാകാതെ ഞങ്ങളിൽ പലർക്കും അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ വിവാഹമോചനം നടത്തുകയോ പുനർവിവാഹം ചെയ്യുകയോ അതേസമയം അതിനെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ജീവനാംശം കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അലിമണി എന്നാണ് പറയുന്നത്. അലിമണി എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. അതായത് വിവാഹബന്ധം ഏർപ്പെട്ടതിന് ശേഷം ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ജീവനാംശം കൊടുക്കാതിരിക്കുന്നുണ്ടാവാം. ദരിദ്രയായ അവള് നമുക്ക് എതിരെ കേസ് കൊടുത്തിട്ടുണ്ടാവും, വാറണ്ട് വായിച്ചിട്ടുണ്ടാവും. ഇതും സാധാരണ കുഴപ്പങ്ങളിലോട്ട് തന്നെയാണ്. അപ്പൊ ഇത്തരം കുഴപ്പങ്ങള് പല രൂപത്തിലുണ്ടെന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയിക്കുന്ന ചില പൊതു തത്വങ്ങളുണ്ടെന്നും ഒരു ആത്മീയമായ അനുഭവം ലഭിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും ഞങ്ങൾ തയ്യാറാണ്. വീണ്ടും 77-ാമത്തെ പേജില മൂന്നാമത്തെ തവണ ഓർമ്മിപ്പിച്ചേക്കുകയാണ്. വ്യക്തിപരമായ എന്തൊക്കെ ഭവിഷ്യത്തുകൾ വന്നാലും ശരിയായ കാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശ ശക്തി ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലിയും മാന്യതയും നഷ്ടപ്പെട്ടേക്കാം, ജയിലിൽ പോകേണ്ടി വന്നേക്കാം, എങ്കിലും ശരിയായ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് തന്നെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഒന്നിന്റെ മുമ്പിലും ഞങ്ങൾ കീഴ്പ്പെട്ടു പോകരുത്. പലപ്പോഴും പല കാര്യം ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പൊ അടുത്തത് എന്താണ്, ധൃതി പിടിച്ച് മണ്ടത്തരങ്ങൾ ചെയ്യുന്ന രക്തസാക്ഷികളല്ല എന്ന് പറയുന്നുണ്ട്. കുടികൊണ്ടും വിദ്വേഷം കൊണ്ടും ആദ്യ ഭാര്യയ്ക്ക് ജീവനാംശം അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യ ഭാര്യ ആകെ കോപാകുലയായി അയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഉത്തരവ് അവള് കോടതിയിൽ സമ്പാദിച്ചു. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ കോടതിയിൽ നേരിട്ട് പോയി കാര്യം പറയാമായിരുന്നു. പക്ഷെ അയാൾ എന്താണ് ചെയ്തത്, അയാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അയാള് തന്റെ കുറ്റങ്ങൾ തുറന്ന് സമ്മതിച്ചുകൊണ്ട് അവയ്ക്ക് ക്ഷമയാചനം ചെയ്യുന്നുണ്ട് ആദ്യ ഭാര്യയ്ക്ക് ഒരു കത്തയക്കാൻ അയാളോട് നിർദ്ദേശിച്ചു. അതായത് എക്കാർ അവനോട് പറഞ്ഞു ഒരു കത്തയക്കാൻ. അയാൾ അങ്ങനെ ചെയ്തപ്പോൾ ഒരു ചെറിയ തുക അയച്ചു കൊടുക്കുകയും ചെയ്തു. താൻ ഭാവിയിൽ എന്താണ് ശ്രമിക്കുന്നതെന്ന് അവർക്ക് എഴുതി. അവൾക്ക് നിർബന്ധമാണ് ജയിലിൽ പോകാൻ തയ്യാറാണെന്നും പറഞ്ഞു. അവൾ ആ കാര്യത്തിൽ ഒട്ടും നിർബന്ധം പിടിച്ചില്ല. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമേണ ശരിയായി. കാരണം അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇവക്ക് ജീവനാംശം കിട്ടില്ല. അതുകൊണ്ട് അവൾ അതിന് തയ്യാറായില്ല. അപ്പൊ അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, സ്വയം അമിത മദ്യപാനാസക്തി പടിവീഴുന്ന ഒരാൾ മാത്രം രക്ഷപ്പെടും, മറ്റുള്ളവർക്ക് ബലിയാടുകയും ചെയ്യുന്നതിന് വേണ്ടി ധൃതി പിടിച്ച് മണ്ടത്തരങ്ങൾ ചെയ്യുന്ന രക്തസാക്ഷികളല്ല. അപ്പൊ ഇത് ചർച്ച ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ്, നമ്മുടെ സ്പോൺസർമാരുമായിട്ട് ചർച്ച ചെയ്യണമെന്നാണ്. അത്യാവശ്യമായിരുന്ന അയാൾ അത് തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് ഞങ്ങളും കരുതുന്നത്. അയാൾ ജയിലിലായാൽ 2 കുടുംബങ്ങൾക്ക് വേണ്ടിയും അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. തന്റെ കുറ്റങ്ങൾ തുറന്നു സമ്മതിച്ചുകൊണ്ട് അയാൾ കത്തയക്കുകയും അവളോട് ഓക്കെ പറയുകയും ചെയ്തു. അപ്പോ ഇങ്ങനെയുള്ള ഭാര്യമാരെയോ മറ്റുള്ളവരെയോ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരോട് സമ്മതമാരായിരുന്നു. അങ്ങനത്തെ അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് സഹായത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടുത്ത നടപടി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ കുടിക്കരുത് എന്നാണ്. അപ്പൊ ഇത് കാര്യങ്ങൾ റെഡി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. ഇതിന് സമയമെടുക്കും. നമ്മൾ കടുത്ത നടപടിയിലേക്ക് പോകരുത്, എന്ന് വെച്ചാൽ കുടിയിലേക്ക് പോകരുതെന്ന്. മറ്റൊരു സുഹൃത്തിന്റെ കഥ പറയുന്നത് എന്താണ്, ബിസിനസ് എതിരാളിയോട് രശീതി വാങ്ങാതെ കടം മേടിച്ചില്ല എന്ന് പറഞ്ഞു വീണ്ടും അയാളുടെ പേര് നശിപ്പിക്കുന്ന രീതിയിൽ ആ ടൗൺ മുഴുവൻ പബ്ലിഷ് ചെയ്തു. അപ്പൊ അതൊരു തെറ്റായ കാര്യമാണ് അയാൾ ചെയ്തത്. അയാൾക്ക് അത് ശരിയാക്കി എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തു, അയാളത് സത്യത്തിൽ തുറന്നു പറഞ്ഞാൽ അയാളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുകയോ എന്നോ അല്ലെങ്കിൽ അയാളുടെ ജോലി നഷ്ടപ്പെടുമെന്നൊക്കെ അയാൾ വിചാരിച്ചു. പക്ഷെ അയാൾ എത്തിയതിനു ശേഷം അയാളുടെ ഭാര്യയെയും ബിസിനസ് പാർട്ണറെയും കണ്ട് സംസാരിച്ച് അയാൾ ഒരു തീരുമാനത്തിലെത്തി. ഈ ഭീകരമായ അപവാദം പേരില് കുറ്റക്കാരനായ ദൈവത്തിന് മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് വരുംവരായകൾ നേരിടുന്ന ഭേദമെന്ന് അയാൾ കരുതി. അങ്ങനെ അയാൾ പള്ളിയിലെത്തി. അവിടുത്തെ പള്ളിയിലെ പ്രഭാഷണത്തിന് ശേഷം ശാന്തനായി എഴുന്നേറ്റുന്ന എല്ലാ ആളുകളുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണം നൽകി. അയാളുടെ പ്രവൃത്തിക്ക് വിപുലമായ അംഗീകാരം ലഭിച്ചു. ഇന്ന് അയാളുടെ പട്ടണത്തിലെ ഏറ്റവും അധികം വിശ്വസ്തനായ പൗരനാണ്. അപ്പൊ ഇതെല്ലാം സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, പള്ളിയിൽ തന്നെ ഓപ്പൺ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു. അടുത്ത ഭാഗത്തോടു കൂടിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവസാനിപ്പിച്ചത്. ഗാർഹികമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത ധാരാളമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ധാരാളം ട്രബിൾ അറ്റ് ഹോം,
ഈ കാര്യത്തിൽ മറ്റുള്ളവർക്ക് അടിസ്ഥാനമായി കൂടുതൽ മോശപ്പെട്ടവരാണോ അമിത മദ്യപാനസം എന്ന് ഞങ്ങൾ അപ്പം അമിത മദ്യപാനത്തിന് ഇത്തരം കുടുംബ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നതിലൊക്കെ വളരെ മോശക്കാരാണ് എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ കൂടുതൽ മോശക്കാരായിരിക്കാം. പക്ഷെ കുടുംബത്തിലെ ഗാംഗിക ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. മദ്യപാനം മൂലം കുടുംബത്തിൽ ലൈംഗിക ബന്ധത്തെ സങ്കീർണമാകുന്നു. കുറച്ചു കാലത്ത് ഒരു അമിത മദ്യപാനം, അതായത് മദ്യപാനത്തോടുള്ള ജീവിതം ത്തില് ഭാര്യ പരീക്ഷണയും വിദ്വേഷവതിയും ആരോടും ഒന്നും മിണ്ടാത്തവളുമായി തീരുന്നു. അവള് സെക്സ് റിലേഷൻ ഉണ്ടാവില്ല. വോൺ ഔട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. തേയ്മാനം പറ്റിയ ഒരു പഴകി ദ്രവിച്ച അവസ്ഥയിലേക്ക് അവള് നിൽക്കുന്നു. റിസൻഫുൾ എന്ന് വെച്ചാല് അവള് വിദ്വേഷവതിയാണ്. അൺകമ്മ്യൂണിക്കേറ്റ്, അവള് സംസാര ഇല്ലാത്ത രീതിയിലായി. അങ്ങനെ ഭർത്താവ് എന്താണ് സെൽഫ് പിറ്റിയില് ഏകാന്തത അനുഭവിക്കുന്ന ഒരാളായി മാറി. മദ്യത്തിന് പുറമെ മറ്റെന്തിനു കൂടി നൈറ്റ് ക്ലബിലോ അതുപോലുള്ള സ്ഥലങ്ങളോ അയാൾ ചുറ്റിത്തിരിയാൻ തുടങ്ങുന്നു. നൈറ്റ് ക്ലബ്ബ് അതുപോലുള്ള മറ്റു സ്ഥലങ്ങളുള്ള ഈക്വലന്റ് ആയിട്ടാണ് പറയുന്നത്. സെയിം അല്ലെങ്കിൽ അതുപോലെയുള്ള എന്ന് വെച്ചാല് ചിലപ്പോൾ മറ്റ് സ്ത്രീകളുള്ളിടത്തോ ഒക്കെ പോകാം. തന്നെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയുമായി അയാൾക്ക് അതിശക്തമായ സ്വകാര്യ ബന്ധം ഉണ്ടാകാം. അപ്പൊ ഭാര്യ കൂടാതെ മറ്റൊരു പെൺകുട്ടിയെ ബന്ധം ഉണ്ടാകാം. വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ പറയട്ടെ, അവൾ അയാളെ ശരിക്കും മനസ്സിലാക്കിയിട്ടിരിക്കാം. പക്ഷെ അത്തരമൊരു കാര്യം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇപ്രകാരം പരസ്ത്രീ ബന്ധം പുലർത്തുന്ന ഒരാൾ പലപ്പോഴും ദുഃഖിതനായിരിക്കും. പ്രത്യേകിച്ച് അയാൾ വിവാഹം ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക്. എല്ലാ നരകങ്ങളും അയാളോടൊത്ത് അനുഭവിച്ചിട്ടുള്ള കൂറും ധീരതയുമുള്ള ഒരു ഭാര്യയാണ് അവളെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാകും. അപ്പോൾ അടുത്ത ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. വായിക്കാവോ റോമൻ? കാര്യത്തിന്റെ സ്ഥിതി എന്താണെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യക്കറിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാം പിന്നെ അവളോട് തുറന്നു പറയണോ? എല്ലായ്പ്പോഴും വേണ്ടി വരില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മുടെ കാടത്തങ്ങളൊക്കെ പൊതുവെ അവൾക്കറിയാമെങ്കിൽ എല്ലാം വിശദമായി പറയേണ്ടതുണ്ടോ? തീർച്ചയായും നാം നമ്മുടെ കുറ്റങ്ങൾ തുറന്ന് സമ്മതിക്കണം. അവൾ എല്ലാ വിവരവും അറിയാൻ നിർബന്ധം പിടിച്ചേക്കാം. സ്വന്തം ജീവിതത്തിലുള്ള ആ സ്ത്രീ ആരാണെന്നും അവൾ എവിടെയാണെന്നും ഭാര്യക്കറിയാൻ താല്പര്യമുണ്ടാവും. മറ്റൊരു വ്യക്തിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരണം പറയേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് ദുഃഖമുള്ളവരാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഇനിയൊരിക്കലും ഞങ്ങൾ അത് ആവർത്തിക്കുകയുമില്ല. അതിനേക്കാൾ ഉപരിയായി ഒന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല. അതിനേക്കാൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ഇതിന് ഒരുപക്ഷെ അപവാദങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിബന്ധന ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്നില്ലെങ്കിലും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രീതി ഇതാണെന്ന് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പറയണം, അതായത് നമ്മള് കാര്യത്തിന്റെ സ്ഥിതി എന്താണെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടത്. വാട്ട് എവർ ദ സിറ്റുവേഷൻ, വി യൂഷ്വലി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഇഫ് യു ആർ ഷുവർ അവർ വൈഫ് ഡസ് നോട്ട് നോ, ഷുഡ് വി ടെൽ ഹർ? നമ്മുടെ ഭാര്യയ്ക്ക് അറിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാം അവളോട് പറയണോ? എല്ലായ്പ്പോഴും വേണ്ടി വരില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നോട്ട് ഓൾവേസ്. അപ്പോ ഒരു ജനറൽ വേയില്, പൊതുവായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, വി ഹാവ് ബീൻ വൈൽഡ്, ഷുഡ് വി ടെൽ ഹർ ഇൻ ഡീറ്റെയിൽ? ഒരു വൈൽഡ് എന്ന് വെച്ചാൽ എല്ലാം വിശദമായിട്ട് പറയേണ്ടതില്ല. വി ഫീൽ വി വോണ്ട് ടു സേ ടു ഹർ ദാറ്റ് വി ഹാവ് നോ റൈറ്റ് ടു ഇൻവോൾവ് അനദർ പേഴ്സൺ. അതായത് മറ്റൊരാളെ നമുക്ക് ഇതിനകത്തേക്ക് വലിച്ചെടിച്ചുകൊണ്ട് വരണ്ട. വി ആർ സോറി ഫോർ വാട്ട് വി ഹാവ് ഡൺ ആൻഡ് ഗോഡ് വില്ലിംഗ് ഇറ്റ് ഷാൽ നോട്ട് ബി റിപ്പീറ്റഡ്. അതായത് ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഞങ്ങൾ അതിനകത്ത് ക്ഷമ യാചിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ സഹായത്താൽ ഞങ്ങൾ ഇനി ആവർത്തിക്കുകയില്ല എന്ന് പറയുന്നത്. മോർ ദാൻ ദാറ്റ് വി കനോട്ട് ഡു. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. വി ഹാവ് നോ റൈറ്റ് ടു ഗോ ഫർദർ. അതിൽ കൂടുതൽ നമ്മളൊന്നും ചെയ്യേണ്ടതുമില്ല. ദോ ദർ മേ ബി ജസ്റ്റിഫിബിൾ എക്സംഷൻ. അതായത് ന്യായീകരിക്കത്തക്ക ചില കാര്യങ്ങൾ ഉണ്ടാകാം. ആൻഡ് ദോ വി വിഷ് ടു ലേ ഡൗൺ നോ റൂൾ ഓഫ് എനി സോർട്ട്, വി ഹാവ് ഓഫൺ ഫൗണ്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ടേക്ക്. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള നിയമവശങ്ങളോ അതിന് അല്ലെങ്കിൽ നിബന്ധനകളോ ഇത് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. കാരണം ഇതിന് ചിലപ്പോൾ ന്യായീകരിക്കത്തക്ക മറ്റു പല രീതികളുണ്ടാവും. വി ഹാവ് ഓഫൺ ഫൗണ്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് കോഴ്സ് ടു ടേക്ക്. ഇതാണ് ഏറ്റവും നല്ല, നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കാര്യം. കാരണം ഭാര്യ, ഹൂ ഇസ് ഷീ, അവളെ ആരാണ്, വേർ ഈസ് ഷീ, അവൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മളെല്ലാം തുറന്നു പറയേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത വായിക്കാവോ? ജീവിതത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ധാരണ ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു പാതയല്ല. അത് ഭാര്യയ്ക്കെന്നത് പോലെ തന്നെ ഭർത്താവിനും നല്ലതിനുള്ളതായിരിക്കണം. നമുക്ക് മറക്കാൻ പറ്റുമെങ്കിൽ അവൾക്കും അതിന് കഴിയും. അവളുടെ അസൂയ ചെന്ന് പതിച്ചേക്കാനിടയുള്ള വ്യക്തികളുടെ പേര് അവളോട് പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.
ഓക്കെ. അതായത് നമ്മുടെ ജീവിത ജീവിതത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ധാരണ ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു പാതയല്ല. അതായത് നമുക്ക് ഭാര്യയുണ്ട്. അപ്പൊ ഭാര്യയും കൂടി വൺ വേ സ്ട്രീറ്റ് അല്ല, ടു വേ ആണ്. ഇറ്റ് ഈസ് ആസ് ഗുഡ് ഫോർ ദ വൈഫ് ആസ് ഫോർ ദ ഹസ്ബൻഡ്. ഭാര്യയ്ക്കും ഹസ്ബൻഡിനും നല്ലതാണ്. ഇഫ് ഹി ക്യാൻ ഫോർഗോട്ട് സോ ഹി ക്യാൻ ഷീ. നമ്മൾ മറക്കാൻ തയ്യാറാണെങ്കിൽ അവളും മറക്കണം. ഇറ്റ് ഈസ് ബെറ്റർ ഹൗവർ ദാറ്റ് വൺ ഡസ് നോട്ട് നീഡ്ലെസ്ലി നെയിം എ പേഴ്സൺ അപ്പോൺ whom she can bend jealousy. അവൾ ഒരുപക്ഷെ അസൂയയോടെ നോക്കിയേക്കാം. അതായത് അന്നത്തെ കാലത്ത് അലനോൺ ഇല്ല, ഇന്ന് അലനോൺ ഉണ്ട്. 39 അലനോൺ ഇല്ല. അപ്പൊ അന്നൊക്കെ അലനോണിൽ, ഇന്ന് ഒക്കെ അലനോണിൽ പോയി അവർ ആ കാര്യങ്ങളൊക്കെ കഴിയാം. അവളോട് അസൂയ ചെന്ന് പതിച്ചേക്കാനുള്ള വ്യക്തിയുടെ പേര് അവളോട് പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. സോറി, അടുത്ത് വായിക്കാമോ? ഒന്നും മറച്ചു വെക്കാതെ വെട്ടിത്തുറന്ന് പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അത്തരമൊരു ഗാഢമായ സാഹചര്യത്തെക്കുറിച്ച് പുറത്തുള്ള ഒരാൾക്ക് ഒന്നും മനസ്സിലാകില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നതാണ് സദ്ബുദ്ധിയുടെയും സ്നേഹാർദ്രതയുടെയും മാർഗമെന്ന് രണ്ടുപേരും തീരുമാനിച്ചേക്കാം. ഇരുവരിൽ ഓരോ ആളും മറ്റൊരാളിൻ്റെ സന്തോഷം മനസ്സിൽ കരുതി അതിനായി പ്രാർത്ഥിച്ചേക്കാം. നാം നേരിടുന്നത് ഏറ്റവും ഭയങ്കരമായ മനുഷ്യവികാരമായ അസൂയയോടെന്ന കാര്യം എപ്പോഴും കരുതിയിരിക്കുക. നേർക്കുനേരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം ഏതെങ്കിലും ഒരു പാർശ്വഭാഗത്തുകൂടെയുള്ള ആക്രമണമാണ് നല്ലതെന്ന് ഒരു നല്ല പട്ടാള മേധാവി കരുതുന്നു. അപ്പം അവിടെ പറയാണ്, അതായത് ഒന്നും മറച്ചു വെക്കാതെ വെട്ടി തുറന്ന് പറയേണ്ടതായ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അത്തരം ഒരു ഗാഢമായ സാഹചര്യത്തെ കുറിച്ച് പുറത്തുള്ള ഒരാൾക്ക് ഒന്നും മനസ്സിലാകില്ല. അതായത് no outsiders can appraise such an intimate situation. It may be that both will decide that the way of good sense and loving kindness is to let bygones be bygones. അപ്പം പുറത്തുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നാണ് സൽബുദ്ധിയുടെയും സ്നേഹാർദ്രമായ ദയയുടെയും മാർഗമെന്ന് രണ്ടുപേരും തീരുമാനിച്ചേക്കാം. ഇരുവരിൽ ഓരോ ആളും മറ്റേ ആളുടെ സന്തോഷം മനസ്സിൽ കരുതി അതിനായി പ്രാർത്ഥിച്ചേക്കാം. നാം നേരിടുന്ന ഏറ്റവും ഭയങ്കരമായ മനുഷ്യവികാരമായ അസൂയോടാണെന്ന കാര്യം എപ്പോഴും കരുതിയിരിക്കുക. നേർക്ക് നേരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം ഏതെങ്കിലും പാർശ്വഭാഗത്തിലൂടെ അക്രമമാണെന്നുള്ളതും നല്ല പട്ടാള മേധാവി കരുതുന്നു. അപ്പം ഹ്യൂമൻ ഇമോഷൻ ജലസി, അസൂയോടാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടാൻ സാധ്യതയുള്ളത്. അടുത്ത വായിക്കാവോ? ഞങ്ങൾക്ക് അത്തരത്തിലുള്ള സങ്കീർണതകളൊന്നുമില്ലെങ്കിൽ സ്വന്തം ഗൃഹത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. കുടിക്കാതെ സുബോധത്തോടെ ഇരിക്കലാണ് തനിക്കാകെ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് പറയുന്ന അമിത മദ്യപാനസക്തനെ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അയാൾ തീർച്ചയായും കുടിക്കാതിരിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയല്ലെങ്കിൽ അയാൾക്ക് വീട് പോലും ഉണ്ടായിരിക്കില്ല. പക്ഷേ വളരെ ഭയാനകമായ രീതിയിൽ താൻ അവരോടൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ ആദ്യ ഭാര്യയോടും മാതാപിതാക്കളോടുമൊക്കെ പ്രായശ്ചിത്തം ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും ഒരുപാട് അയാൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അമ്മമാർക്കും ഭാര്യമാർക്കും ഒക്കെ അമിത മദ്യപാനാസക്തിയിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവം അവരുടെ എല്ലാ തരത്തിലുള്ള ധാരണയും താണ്ടിയിട്ടുള്ള ക്ഷമയാണ് അവരുടേത് എന്നുള്ളതാണ്. അതില്ലായിരുന്നെങ്കിൽ ഞങ്ങളിൽ പലർക്കും വീട് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷെ ഞങ്ങൾ മരിച്ചിട്ടുണ്ടാകുമായിരുന്നു. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഒരു പട്ടാള മേധാവി പറയാണ് ഫേസ് ടു ഫേസിന് പകരം ഫ്ലാങ്ക് റാദർ ദാൻ, ഫ്ലാങ്ക് എന്ന് വെച്ചാൽ മറ്റൊരു വശത്തുകൂടി, ഒരു പക്ഷത്തോടുകൂടി അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത ഒരു കാര്യം പറയാണ്, ഇഫ് യു ഹാവ് നോ സച്ച് കോംപ്ലിക്കേഷൻ ദെയർ ഇസ് പ്ലെന്റി വി ഷുഡ് ഡു അറ്റ് ഹോം. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സംടൈംസ് വി ഹിയർ ആൻ ആൽക്കഹോളിക് സേ ദാറ്റ് ദ ഓൺലി തിങ് ഹി നീഡ്സ് ടു ഡു ഇസ് ടു കീപ് സോബർ. അതായത് എനിക്ക് കുടിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകാം. തനിക്ക് ആകെ ചെയ്യാനുള്ളത് കുടിക്കാതിരിക്കുക എന്ന് പറയുന്ന അമിത മദ്യപാനം ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. Certainly, he and heap sober for those will be no home if you do not, but he is at a long way from making good to the wife or parents whom for years he has so shocking treated. അതായത് വളരെ ഷോക്കിംഗ് ആയിട്ട്, വളരെ ആക്രമണമായിട്ട് പരിഗണിച്ച ഭാര്യയോടും മാതാപിതാക്കളോടും അയാൾ കുടി നിർത്തേണ്ട ആവശ്യമുണ്ട്. കാരണം അങ്ങനെ അല്ലെങ്കിൽ അയാൾക്ക് വീട് പോലും ഉണ്ടായിരിക്കില്ല എന്ന്. കുടി നിർത്തേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ വീട്, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. അപ്പൊ ഭയാനകമായ രീതിയിൽ ഭാര്യയോടും മാതാപിതാക്കളോടും പ്രവർത്തിച്ചിട്ടുള്ള ഒരാള് പ്രായശ്ചിത്തം ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും ഒരുപാട് അയാൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രായശ്ചിത്തം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സോറി മാത്രം പറയുകയല്ല, തന്റെ പ്രവൃത്തിയിലൂടെ ഇനിയും അയാള് കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അമ്മമാർക്കും ഭാര്യമാർക്കും ഒക്കെ അമിത മദ്യപാനത്തിൽ നിന്നുള്ള അനുഭവം അവരുടെ എല്ലാ തരത്തിലുള്ള ധാരണയും താണ്ടിയുള്ള ക്ഷമയാണ് അവരുടേത് എന്നുള്ളതാണ്. അതായത്
ക്ഷമയെ വളരെയധികം നീട്ടി വലിച്ച് ഉപദ്രവിച്ചിട്ടുള്ളതാണ് നമ്മളെല്ലാവരും. പാസിംഗ് ഓൾ അണ്ടർസ്റ്റാൻഡിംഗ് പേഷ്യൻസ് മദേഴ്സ് ആൻഡ് വൈഫ്സ് ഹാവ് ഹാർഡ് വിത്ത് ആൽക്കഹോളിക്സ്. അപ്പോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ക്ഷമയെ വലിച്ച് ഉപദ്രവിച്ചിട്ടുള്ളവരാണ് അമ്മമാരോടും ഭാര്യമാരോടും. Had this not been, so many of us would have no home today, would perhaps be dead. അപ്പൊ അതില്ലായിരുന്നെങ്കിൽ ഞങ്ങളിൽ പലർക്കും വീട് തന്നെ ഉണ്ടാവുമായിരുന്നില്ല. ഒരു പക്ഷെ ഞങ്ങൾ മരിച്ചിട്ട് പോലും ഉണ്ടാകാം, മരിക്കുക പോലും ചെയ്തേക്കാം, വീട് പോലും ഉണ്ടാവില്ല എന്ന്. അപ്പൊ എല്ലാ തരത്തിലുള്ള ധാരണയും താണ്ടിയുള്ള ക്ഷമയോടാണ് എന്നുള്ളതാണ്. അപ്പൊ അമ്മമാരും ഭാര്യമാരും നമ്മളോട് ക്ഷമിച്ചതുകൊണ്ടാണ് നമുക്കിപ്പോ വീടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മരിക്കാതെ ഇവിടെ നിൽക്കുന്നത് എന്നാണ് നമ്മൾ അതിനെ പറ്റി അവർ സൂചിപ്പിക്കുന്നത്. അടുത്ത് വായിക്കാവോ? മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് അലറിപ്പാഞ്ഞെടുക്കുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് അമിത മദ്യാസക്തർ. ഹൃദയങ്ങൾ ഭേദിക്കപ്പെടുന്നു, മധുരമാർന്ന ബന്ധങ്ങൾ മരിക്കുന്നു, സ്നേഹബന്ധങ്ങൾ അവരോടെ പിഴുതെറിയപ്പെടുന്നു. സ്വാർത്ഥം നിറഞ്ഞതും മറ്റുള്ളവരെ കുറിച്ച് ഒട്ടും പരിഗണനയില്ലാത്തതുമായ ശീലങ്ങൾ വീടിനെ ആകെ കലങ്ങിമറിഞ്ഞ നിലയിലാക്കിയിട്ടുണ്ടാവും. തനിക്ക് കുടിക്കാതിരിക്കുന്ന അവസ്ഥ മാത്രം മതിയെന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ ഒട്ടും ചിന്തിക്കുന്നേയില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന് തകർത്തു തരിപ്പണമായ തന്റെ വീട് കാണുന്ന ഒരു കർഷകനെ പോലെയാണ് അയാൾ. ഭാര്യയോട് അയാൾ അഭിപ്രായപ്പെടുന്നു, ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും കാണേണ്ട എൻ്റെ പെമ്പറന്നൊരു കൊടുങ്കാറ്റു നിന്നു എന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പം അതായത് ആൽക്കഹോളിക്സ് ലൈക്ക് എ ടൊർണാഡോ റോറിംഗ് ഹിസ് വേ ത്രൂ ദ ലൈവ്സ് ഓഫ് അതേഴ്സ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അലറി പാഞ്ഞെടുക്കുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് അമിത മദ്യാസക്തന്. ഹേർട്സ് ആർ ബ്രോക്കൺ, എല്ലാ ഹൃദയങ്ങളും ഭേദിക്കപ്പെടുന്നു. സ്വീറ്റ് റിലേഷൻഷിപ്പ് ആർ ഡെഡ്, നല്ല ഹൃദയ ബന്ധങ്ങൾ ബാധിക്കപ്പെടും. മധുരമയാർന്ന ബന്ധങ്ങൾ മരിക്കുന്നു. സ്നേഹബന്ധങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടുന്നു. അഫക്ഷൻസ് ഹാവ് ബീൻ അപ്രൂട്ടഡ് എന്ന് വെച്ചാൽ വേരോടെ പിഴുതെറിയാണ്. സെൽഫിഷ് ആൻഡ് ഇൻകൺസിഡറേറ്റ് ഹാബിറ്റ്സ് ഹാവ് കെപ്റ്റ് ദ ഹോം ഇൻ ടർമോയിൽ. ടർമോയിൽ എന്ന് വെച്ചാൽ കലാപം, കുഴപ്പം, കോലാഹലം, ബഹളം, വഴക്ക്, ഇതൊക്കെയാണ് ടർമോയിൽ. അപ്പൊ വീട് അതുപോലെ ആക്കി വെക്കുകയാണ്. അപ്പൊ സ്വാർത്ഥത നിറഞ്ഞതും മറ്റുള്ളവരെ കുറിച്ച് ഒട്ടും പരിഗണനയില്ലാത്ത ശീലങ്ങൾ വീടിനെ ആകെ കലങ്ങി മറിഞ്ഞ നിലയിലെത്തിയിട്ടുണ്ടാകാം. തനിക്ക് കുടിക്കാതിരിക്കുന്ന അവസ്ഥ മാത്രം മതി എന്ന് പറയുമ്പോൾ അയാൾ ഒട്ടും ചിന്തിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. We feel a man in unthinking when he say that sobriety is enough. Unthinking, ചിന്തിക്കുന്ന പോലുമില്ല. He is like the farmer who came out of cyclone cellar to find his home ruined. To his wife he remarked, "Don't see anything the matter here, ma? Ain't it that the wind stopped blowing?" അപ്പൊ നമ്മൾ തുരങ്കത്തിന് പുറത്ത്, കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഒരു കൃഷിക്കാരൻ സൈക്ലോൺ, അതായത് വളരെ കാറ്റടിക്കുമ്പോൾ പുറത്തേക്ക് വന്നിട്ട് നോക്കുന്നത് പോലെ നോക്കിയിട്ട് പറയണം, ഭാര്യയോട് ചോദിക്കണം, "ഡോണ്ട് സീ എനിത്തിങ് ദ മാറ്റർ ഹിയർ?" ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും കാണണ്ടേ എന്റെ പെമ്പറന്നവര്? കൊടുങ്കാറ്റ് നിന്നു എന്നത് തന്നെ വലിയ കാര്യമല്ലേ? ഞാൻ കുടിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അടുത്തത് വായിക്കാം. അതെ, വളരെ ദീർഘമായ കാലം പുനർനിർമ്മാണത്തിനു വേണ്ടി മുൻപിലുണ്ട്. അതിന് നാം മുൻകൈ എടുക്കണം. ഞങ്ങൾ ഖേദിക്കുന്നു എന്ന ശോകാർദ്രമായ പിറുപിറുക്കൽ കൊണ്ട് മാത്രം കാര്യമായില്ല. നാം കുടുംബാംഗങ്ങളോട് തുറന്ന മനസ്സോടെ നാം ഇപ്പോൾ കാണുന്ന തരത്തിൽ കഴിഞ്ഞ കാലം വിലയിരുത്തണം. അവരെയൊട്ടും കുറ്റപ്പെടുത്താതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അവരുടെ കുറവുകൾ ഒരു പക്ഷേ കൂടുതൽ തെളിഞ്ഞു വരാം. പക്ഷേ നമ്മുടെ തന്നെ പ്രവൃത്തി തന്നെയാണ് അതിന് ഭാഗമായി ഉത്തരവാദിയായിരുന്നത് എന്നതിനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ കുടുംബത്തോടൊപ്പം വീട് വൃത്തിയാക്കുന്നു. നമ്മുടെ പ്രഭാത ധ്യാനങ്ങളിൽ ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ദയയ്ക്കും സ്നേഹത്തിനുമുള്ള മാർഗം കാണിച്ചു തരുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോ അവിടെ പറയാണ് റീകൺസ്ട്രക്ഷൻ, അതായത് ദീർഘകാലം പുനർനിർമ്മാണം, റീകൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ പുനർനിർമ്മാണം എന്ന് വെച്ചാൽ ചേഞ്ച്, പഴയ ജീവിത രീതിയിൽ നിന്ന് പുതിയ ജീവിത രീതിയിലേക്കുള്ള മാറ്റം, ഒരു ചേഞ്ചിന് ഒരുപാട് സമയമെടുക്കും. വി മസ്റ്റ് ടേക്ക് ദ ലീഡ്, നമ്മൾ മുൻപോട്ട് വന്ന് അത് ഏറ്റെടുക്കണം. റിമോഴ്സ്ഫുൾ മംബ്ലിംഗ് റിമോഴ്സ്ഫുൾ എന്ന് വെച്ചാൽ പശ്ചാത്താപം, ഭയങ്കര ഖേദമായിട്ട്, അനുതാപമായിട്ട്, മനസ്സലിവായിട്ട് നമ്മൾ പെരുമാറണം. മംബ്ലിംഗ് എന്ന് പറഞ്ഞാല് അവ്യക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാതെ, ഫ്രാങ്ക്ലി, നിർവ്യാജം, അല്ലെങ്കിൽ കപടമില്ലാതെ. വി ഓട്ട് ടു സിറ്റ് ഡൗൺ വിത്ത് ദ ഫാമിലി ആൻഡ് ഫ്രാങ്ക്ലി അനലൈസ് ദ പാസ്റ്റ്, അതായത് കുടുംബക്കാലത്തിനോട് ഒത്തുചേർന്ന് നിന്ന്
നമ്മുടെ ഭൂതകാലത്തിലെ കാര്യങ്ങൾ നമ്മൾ ആസ് വി നൗ സീ ഇറ്റ്, എങ്ങനെ നമ്മൾ ഇപ്പോൾ കാണുന്നു, ബീങ് വെരി കെയർഫുൾ നോട്ട് ടു ക്രിറ്റിസൈസ് ദം, അവരെ വിമർശിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സംസാരിക്കണം. ദയർ ഡിഫക്ട്സ് മേ ബി ഗ്ലെയറിങ്, അവരുടെ കുറ്റം, അതായത് കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് ക്രൂരമായിരിക്കാം, ഭയങ്കര രൂക്ഷമായിരിക്കാം, പക്ഷെ നമ്മളൊന്നും ഇവിടെ അത് പറയുന്നില്ല. ദയർ ഡിഫക്ട്സ്, അവരുടെ കുറ്റങ്ങൾ, അവരുടെ വൈകല്യങ്ങൾ നമ്മൾ പറയുന്നില്ല. ബട്ട് ദ ചാൻസസ് ആർ ദാറ്റ് അവർ ഓൺ ആക്ഷൻസ് ആർ പാർട്ട്ലി റെസ്പോൺസിബിൾ. നമ്മൾക്ക് അതിനകത്തുണ്ടായ കാര്യങ്ങൾ, നമ്മൾ എന്താണോ അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് അത് നമ്മൾ പറയുന്നു. സോ വി ക്ലീൻ ഹൗസ് വിത്ത് ദ ഫാമിലി, അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുന്നു. Asking each morning in meditation that our Creator show us the way of patience, tolerance, kindness and love. നമ്മൾ നമ്മുടെ രാവിലെ എണീറ്റ് എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പേഷ്യൻസ്, എന്താണ്? എനിക്ക് സഹനശക്തി നൽകൂ, ക്ഷമ നൽകൂ, ഒരു അടക്കം നൽകൂ, ഒരു ക്ഷമാശീലനാക്കൂ. ടോളറൻസ്, കൈൻഡ്നസ്, സഹനം തരൂ, ദയാലുവായിട്ട് പെരുമാറാൻ എന്നെ അനുവദിക്കൂ. കമ്പാഷൻ, അനുകമ്പ കാണിക്കൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ കാരുണ്യം കാണിക്കാൻ അനുവദിക്കൂ. ഗുഡ് വിൽ, നല്ല ഉദ്ദേശത്തോട് സൗമനസ്സോടും പെരുമാറാൻ എന്നെ പഠിപ്പിക്കൂ. ഹ്യൂമിലിറ്റി, എളിമ പഠിപ്പിക്കൂ. ലവ്. മ്യൂട്ടായി പോയല്ലോ ശിവചേട്ടാ. ശിവചേട്ടാ മ്യൂട്ടായി പോയി. സോറിയുടെ അതിന്റെ ഇടയ്ക്ക് വേറൊരാള് വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കേക്കാലോ അല്ലെ? ആ കേക്കാം. അപ്പൊ നമ്മള് നമ്മുടെ നല്ല ഉദ്ദേശത്തോടു കൂടി, പേഷ്യൻസോടുകൂടി, സഹനശക്തിയോടുകൂടി, നമ്മുടെ ഈ അവരുടെ കുറ്റങ്ങളൊന്നും പറയാതെ നമ്മുടെ കുറ്റങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി അവിടെ പറയുന്നു. അടുത്ത വായിക്കാവോ? ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു തത്വമല്ല, അത് നാം ജീവിച്ചറിയേണ്ട ഒന്നാണ്. ആരുടെയെങ്കിലും കുടുംബങ്ങൾ ആത്മീയ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നെങ്കിൽ അവരതിനെ നിർബന്ധിക്കരുതെന്നാണ് തോന്നുന്നത്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നാം അവരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കരുത്. സമയമാകുമ്പോൾ അവർ മാറിക്കൊള്ളും. നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ പ്രവൃത്തികൾ അവരെ ബോധ്യമുള്ളവരാക്കും. 10-20 വർഷക്കാലത്തെ നിരന്തരമായ കുടി ആരെയും നമ്മുടെ കാര്യത്തിൽ അവിശ്വാസമുള്ളവരാക്കും എന്ന കാര്യം നാം ഓർക്കണം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ട് സ്പിരിച്വൽ ലൈഫ് ഈസ് നോട്ട് എ തിയറി, അതായത് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞത് ഒരു തിയറി അല്ല, അത് നമ്മള് ലൈവ് ഇറ്റ് ജീവിച്ച് കാണിക്കണം, അത് നിലനിർത്തണം. അപ്പോ വി ഹാവ് ടു ലൈവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുക, നിലനിർത്തി കാണിച്ചു കൊടുക്കുക. അൺലെസ് വൺസ് ഫാമിലി എക്സ്പ്രസ് എ ഡിസയർ ടു ലൈവ് അപ്പോൺ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, വി തിങ്ക് വി ought നോട്ട് ടു ആർജ് ദം. അതായത് അവർക്ക് ഒരു പ്രേരണയും പ്രചോദനവും അവരെ ഇങ്ങോട്ട് വലിച്ചെടുക്കാനുള്ള വ്യഗ്രതയും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. നമുക്കാണ് ഇത് ആവശ്യം. വി ഷുഡ് നോട്ട് ടോക്ക് ഇൻസെന്റ്ലി ടു ദം അബൌട്ട് സ്പിരിച്വൽ മാറ്റേഴ്സ്. അവരോട് വളരെയധികം ആത്മീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. ദേ വിൽ ചേഞ്ച് ഇൻ ടൈം, ഒരു സമയമാകുമ്പോൾ അവര് മാറിക്കോളും. അവർ ബിഹേവിയർ വിൽ കൺവിൻസ് ദം മോർ ദാൻ അവർ വേർഡ്സ്. നമ്മുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ അവരെ നമ്മുടെ വാക്കുകളേക്കാൾ അവരെ മനസ്സിലാക്കിക്കോളും. വി മസ്റ്റ് റിമെമ്പർ ദാറ്റ് 10 or 20 years ഓഫ് ഡ്രങ്കനസ് വുഡ് മേക്ക് എ സ്കെപ്റ്റിക് ഔട്ട് ഓഫ് എനിവൺ. അതായത് നമ്മളുടെ 10-20 വർഷത്തിലുള്ള നമ്മുടെ കുടി നമ്മളെ വളരെ മോശക്കാരാക്കിയിട്ടുണ്ടാകും. അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള മോശക്കാരാക്കിയിട്ടുണ്ടാകാം. അപ്പൊ ഒരു സ്കെപ്റ്റിക് എന്ന് പറഞ്ഞാൽ അവിശ്വാസം അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ കൺവിൻസ് ചെയ്യണം, അവരെ തെളിയിക്കണം, ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ കുറച്ച് നാള് സമയമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വായിക്കാവോ? നമുക്കൊരിക്കലും ശരിയാക്കാൻ പറ്റാത്ത തെറ്റുകളുണ്ടാകാം. പറ്റുമെങ്കിൽ ഞങ്ങൾ അത് ശരിയാക്കുമായിരുന്നു എന്ന് ഞങ്ങളോട് സത്യസന്ധമായി പറയാൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. ചില ആളുകളെ നേരിട്ട് കാണാൻ പറ്റാത്തവരായിട്ടുണ്ട്. അവർക്ക് സത്യസന്ധമായ ഒരു കത്ത് ഞങ്ങൾ അയക്കുന്നു. ചിലരുടെ കാര്യത്തിൽ തെറ്റു പറയുന്നത് ശരിയാക്കൽ നീട്ടിക്കൊണ്ടുപോകുന്നതിന് തക്കതായ കാരണമുണ്ടായേക്കാം. പക്ഷേ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഇത് താമസിപ്പിക്കാറില്ല. ഏറാൻ മൂളികളാകാതെയും ഉപയോഗശൂന്യരാകാതെയും നാം സാമാന്യ ബുദ്ധിയുള്ളവരും നയപരമായ സമീപനമുള്ളവരും മറ്റുള്ളവരോട് പരിഗണനയുള്ളവരും വിനയാന്വിതരും
ആയിരിക്കണം. ദൈവത്തിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ സ്വന്തം കാലുകളിൽ നിൽക്കുന്നു. ഞങ്ങൾക്ക് ആരുടെ മുൻപിലും ഇഴയേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നമ്മള് ചില തെറ്റുകൾ നമുക്ക് വി ക്യാൻ നെവർ ഫുള്ളി റൈറ്റ്, നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അതെന്താണ്? ഒരു പക്ഷെ അവർ മരിച്ചു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അവരെ നമ്മൾ പോയിട്ട് അമൻസ് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ അവരുടെ ജീവിതത്തെ ബാധിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലാകാം. അതുകൊണ്ട് വി ഡോണ്ട് വറി അബൌട്ട് ദം ഇഫ് വി ക്യാൻ ഹോണസ്റ്റ്ലി സേ ടു അവർ സെൽഫ് ദാറ്റ് വി വുഡ് റൈറ്റ് ദം ഇഫ് വി കുഡ്. നമ്മൾ സത്യസന്ധമായിട്ടാണ് അത് പറയുന്നതെങ്കിൽ നമ്മൾ പിന്നീട് വിഷമിക്കേണ്ടതില്ല. സം പീപ്പിൾ കനോട്ട് ബി സീൻ, നമുക്ക് കണ്ടുമുട്ടാൻ കഴിയാത്തവരാണ്. വി സെൻഡ് ദം ആൻ ഹോണസ്റ്റ് ലെറ്റർ, ഒരു സത്യസന്ധമായ ലെറ്റർ നമ്മൾ എഴുതുന്നു. ആൻഡ് ദെയർ മേ ബി വാലിഡ് റീസൺ ഫോർ പോസ്റ്റ്പോൺമെന്റ് ഇൻ സം കേസസ്. അപ്പൊ നമ്മള് നെവർ എന്നുള്ളത് കൊടുത്തില്ലേ, ആ നെവർ എന്നുള്ള ഒരു ലിസ്റ്റിൽ ചിലപ്പോൾ അതിനകത്ത് നമുക്ക് പറയാനുള്ള പ്രത്യേക കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു പെൺകുട്ടി ഉപദ്രവിച്ച കേസാണെങ്കിൽ, ഇപ്പൊ അവള് വിവാഹിതയാണെങ്കിൽ അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കേസാവും, നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. അപ്പൊ വാലിഡ് റീസൺ ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പോസ്റ്റ്പോൺ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല പോസ്റ്റ്പോൺ ചെയ്യുന്നത്. ബട്ട് വി ഡോണ്ട് ഡിലേ ഇഫ് ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ഡിലേ ചെയ്യുന്നില്ല, നമ്മൾ മാറ്റിവെക്കുന്നില്ല, പോസ്റ്റ്പോൺ ചെയ്യുന്നില്ല. വി ഷുഡ് ബി സെൻസിബിൾ. നമ്മൾ വിവേകമുള്ള, നല്ല അറിവുള്ള ഒരാളായിട്ട്, ഫാക്ട്ഫുൾ, നയമുള്ള, പാഠവമുള്ള ഒരാളായിട്ട്, കൺസിഡറേറ്റ്, അതായത് കണക്കിലെടുക്കുന്ന, ശ്രദ്ധാലുവായിട്ട് മറ്റുള്ളവരെ കണക്കിലെടുക്കുന്ന രീതിയിൽ സർവീസ്, പാദസേവ ചെയ്യുക എന്നുള്ളതാണ്. സർവൈൽ എന്നാട്ടോ. സർവൈൽ എന്ന് പറഞ്ഞാൽ ബീങ് സർവൈൽ എന്ന് വെച്ചാൽ പാദസേവ ചെയ്യുക. ഓർ സ്കാർപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ചവറുകൾ അടിച്ചു മാറ്റി വൃത്തിയാക്കുക. ആസ് ഗോഡ്സ് പീപ്പിൾ വി സ്റ്റാൻഡ് ഓൺ അവർ ഫീറ്റ്, നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കുന്നു. വി ഡോണ്ട് ക്രൗൾ ബിഫോർ എനിവൺ, നമ്മൾ ആരുടെ മുമ്പിൽ എഴയുന്നില്ല, നിരങ്ങുന്നില്ല, പേടിച്ച് കാലതാമസം ഉണ്ടാക്കുന്നില്ല. വി ഡോണ്ട് ക്രൗൾ ബിഫോർ എനിവൺ. അപ്പൊ അതിനകത്ത് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നു, ഞങ്ങൾ ആരുടെ മുമ്പിലും എഴയേണ്ട ആവശ്യം. എന്താണ് ഈ എഴയേണ്ട ആവശ്യം എന്ന് പറഞ്ഞത്? ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് കുറെ പൈസ കൊടുക്കാനുണ്ട്, നമ്മൾ പൈസ തിരിച്ചു കൊടുത്തു, വീണ്ടും അവൻ പൈസ ആവശ്യപ്പെടും, നമ്മൾ അങ്ങനെ കൊടുക്കേണ്ടതില്ല. നമ്മൾ പേയ്മെന്റ് തീർത്തതാണെങ്കിൽ പിന്നെ കൊടുക്കേണ്ടതില്ല. അപ്പൊ ഇതിനെല്ലാം സ്പോൺസർമാരുടെ സഹായം പലപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ സ്പോൺസർ 5-ാം പടി കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുകയല്ല, നമ്മളോടൊപ്പം ഈ ജീവിതത്തിന്റെ അവസാനത്തിലൊക്കെ നമ്മൾ എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് വേണ്ടി വരും. നമ്മൾ പിന്നീടുള്ള സ്റ്റെപ്പുകൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് അതിനകത്ത് ബുക്കിൽ പറയുന്നുണ്ട്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പ്രോമിസ് ആണ്. നമുക്കറിയാം ബിഗ് ബുക്കിൽ ധാരാളം പ്രോമിസുകളുണ്ട്, പക്ഷെ വ്യാപകമായി അറിയപ്പെടുന്ന പ്രോമിസ് ആണ്. അത് ഒന്ന് വായിക്കാവോ? നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുതപരതന്ത്രരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടക്കുകയോ ഇല്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴേട്ട് പോയിട്ടുണ്ടെന്ന ഒരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാവുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്ന് അകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണോ? അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവയെല്ലാം ഇപ്പോഴും സാധ്യമാകുന്നു. അപ്പൊ നമ്മള് 1-ാം പടി പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഭാഗം മാർക്ക് ചെയ്യണം, നമുക്ക് 9-ാം പടി വരുമ്പോ പറയാനുള്ളതാണ്. അത് നമുക്കൊന്ന് നോക്കാം. അത് പറയുന്നത് മലയാളം ബിഗ് ബുക്കിലെ പേജ് നമ്പർ 51-ലാണ്. നിരീശ്വര ബി അഗ്നോസ്റ്റിക്സ് എന്നുള്ള ഭാഗത്ത് എന്താണത്? 1, വ്യക്തിബന്ധങ്ങളിൽ ഞങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടായിരുന്നു. 2, ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. 3, ഞങ്ങൾ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയായവരായിരുന്നു. അടുത്ത 4, ഞങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. 5, ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥതാബോധം ഉണ്ടായിരുന്നു. 6, ഞങ്ങൾ ആകപ്പാടെ ഭയമുള്ളവരായിരുന്നു. 7, ഞങ്ങൾ അസന്തുഷ്ടരായിരുന്നു. 8, മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഹായം അരുളുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇതവിടെയാ 2-ാം പടിയില് 1-ാം പടിയുടെ കുറച്ച് ഭാഗങ്ങൾ പറയുന്നതാണ്. അപ്പോ ഇവിടെ നമ്മൾ എത്തിച്ചേരുമ്പോ 9-ാം പടിയിൽ എത്തിച്ചേരുമ്പോ നമ്മളോട് പറയണം, വി ആർ ഗോയിങ് ടു നോ എ ന്യൂ ഫ്രീഡം ആൻഡ് എ ന്യൂ ഹാപ്പിനെസ്. യു വിൽ നോട്ട് റിഗ്രറ്റ് ദ പാസ്റ്റ് നോർ വിഷ് ടു ഷട്ട് ഡോർ ഓൺ ഇറ്റ്. അപ്പൊ 7-ാമത്തെ കാര്യങ്ങൾ ഞങ്ങൾ അസന്തുഷ്ടരായിരുന്നു.
അപ്പൊ നമ്മൾ ന്യൂ ഹാപ്പിനെസ്, പുതിയൊരു ഹാപ്പിനെസ് കാണാണ്. അപ്പൊ അവിടുത്തെ 7ാമത് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നു. വി വിൽ കോംപ്രഹെൻഡ് ദ വേർഡ് സെറനിറ്റി ആൻഡ് വി വിൽ നോ പീസ്. അതെന്താണ് 2ാമത് പറഞ്ഞ കാര്യം? ഏതാണ് 2ാമത് പറഞ്ഞ കാര്യം? ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈകാരികാവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് 2ആണ് നമ്മുടെ ഇതിൽ പറഞ്ഞത്. അടുത്തത്, നോ മാറ്റർ ഹൗ ഫാർ ഡൗൺ ദ സ്കെയിൽ വി ഹാവ് ഗോൺ വി വിൽ സീ ഹൗ അവർ എക്സ്പീരിയൻസ് ക്യാൻ ബെനിഫിറ്റ് അതേഴ്സ്. നമ്മൾ എത്രമാത്രം താഴോട്ട് പോകുന്നത് പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനം. അത് എത്രയാണ്? 8ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം എന്നാണ്? മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഹായം അരുളുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം 9ാം പടിയിലെത്തുമ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞ് എന്തായി? എല്ലാവർക്കും സഹായം പറ്റുന്ന ഒരാളായി മാറി. അടുത്ത, ദാറ്റ് ഫീലിംഗ് ഓഫ് യൂസ്ലെസ് ആൻഡ് സെൽഫ് പിറ്റി വിൽ ഡിസപ്പിയർ. 5ാമത് പറഞ്ഞ കാര്യമാണ്. 5ാമത് പറഞ്ഞ കാര്യം എന്താണ്? 1, 2, 3, 4 ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥതാബോധം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സെൽഫ് പിറ്റി വിൽ ഡിസപ്പിയർ. അടുത്ത എന്താണ്? വി വിൽ ലോസ് ഇൻട്രസ്റ്റ് ഇൻ സെൽഫിഷ് തിങ്സ് ആൻഡ് ഗെയിൻ ഇൻട്രസ്റ്റ് ഇൻ അവർ ഫെലോസ്. അപ്പൊ 1ാമത്തെ കാര്യം എന്താണ്? വ്യക്തിബന്ധങ്ങളിൽ ഞങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടായിരുന്നു, അത് മാറിയിട്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തി. ഇൻട്രസ്റ്റ് ഇൻ അവർ ഫെലോസ്, സെൽഫ് സീക്കിംഗ് ആൻഡ് സെൽഫ് അവേ. അടുത്തത് എന്താണ്? അവർ ഹോൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഔട്ട്ലുക്ക് അപ്പോൺ ലൈഫ് വിൽ ചേഞ്ച്. 3ാമത്തെ കാര്യമാണ്. 3ാമത്തെ കാര്യം എന്താണ്? ഞങ്ങൾ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയായവരായിരുന്നു, അത് മാറി. അത് മാറി. ഫിയർ ഓഫ് പീപ്പിൾ ആൻഡ് ഓഫ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി വിൽ ലീവ് us. ആളുകളെ കുറിച്ചും അപ്പൊ ഞങ്ങൾ ആകപ്പാടെ ഭയമുള്ളവരായിരുന്നു എന്നുള്ള കാര്യം എന്തായി? അവർ ഫിയർ ഓഫ് പീപ്പിൾ, ഭയം, ആൻഡ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി വിൽ ലീവ് us. അടുത്തത് എന്താണ്? 6ാമത്തെ കാര്യം, ഞങ്ങൾ ആകപ്പാടെ ഭയമുള്ളവരായിരുന്നു. അവർ ഫിയർ ഓഫ് പീപ്പിൾ ആൻഡ് ഓഫ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി വിൽ ലീവ് us. വി വിൽ ഇൻറ്റ്യൂട്ടീവ്ലി നോ ഹൗ ടു ഹാൻഡിൽ സിറ്റുവേഷൻ വിച്ച് യൂസ് ടു ബഫിൾ us. അതെന്താണ്? 6ാമത്തെ കാര്യമാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥതാബോധം ഉണ്ടായിരുന്നു. ഇനി എന്താണ് അവസാനത്താണ്? വി വിൽ സഡൻലി റിയലൈസ് ദ ഗോഡ് ഈസ് ഡൂയിങ് ഫോർ us ബട്ട് വി കുഡ് നോട്ട് ഡു ഫോർ ആൾവേഴ്സ്. അതെല്ലാം കൂടി 6ാമത്തെ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് ഇത്തരം കാര്യങ്ങളോട് ഫേസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മൾ കേടാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നവരാണ്. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ 9ാം പടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടുമെന്നാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. വി ആർ ഗോയിങ് ടു നോ എ ന്യൂ ഫ്രീഡം. ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണം, എ ന്യൂ ഹാപ്പിനെസ്, സന്തോഷം അനുഭവിക്കും. വി വിൽ നോട്ട് റിഗ്രറ്റ് ദ പാസ്റ്റ്. നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നില്ല, അതിനകത്ത് ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല. വി വിൽ കോംപ്രഹെൻഡ് ദ വേർഡ് സെറനിറ്റി. അതായത് നമ്മുടെ അതിനു മുമ്പ് ഒന്നുകൂടി പറയാം ഒരു കാര്യം കൂടി. അതായത് ഇഫ് യു ആർ പെയിൻസ്റ്റേക്കിംഗ് അബൌട്ട് ദ ഫേസ് ഓഫ് അവർ ഡെവലപ്മെന്റ്. എന്താണ് ഈ ഫേസ് ഓഫ് അവർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈ അമൻസിന്റെ 12 പടികൾ ചെയ്യുമ്പോൾ 9ാം പടി ചെയ്യുമ്പോൾ വരുന്നതല്ല ഡെവലപ്മെന്റ്. ഈ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അമൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്. ദ ഫേസ് ഓഫ് അവർ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മാറ്റത്തിന്റെ അല്ലെങ്കിൽ ഈ രമ്യതയുടെ ഘട്ടത്തിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യണം. അമൻ സ്പേസ് എന്നാണ് അതിന് പറയുന്നത്. അമൻ സ്പേസ് രമ്യതയുടെ ഘട്ടത്തിലാണ് പെയിൻസ്റ്റേക്കിംഗ്, കഠിനമായിട്ട് ശ്രദ്ധിച്ച് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടും സമഗ്രതയോടും കൂടി ജോലി ചെയ്യുന്നതിനാണ് പെയിൻസ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ദ ഫേസ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് അമൻ സ്പേസ് ആണ്. അതായത് 9ാം പടിയിലെ നമ്മുടെ അമൻ സ്പേസിന്റെ ഡെവലപ്മെന്റിലാണ് നമുക്ക് ഈ കാര്യം കിട്ടുന്നത്. അല്ലാതെ നമ്മൾ 9 പടികൾ ചെയ്തു കഴിയുമ്പോഴെല്ലാം 9 പടികളിലെ അമൻ സ്പേസിന്റെ ഡെവലപ്മെന്റിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടുന്നത്. മലയാളം ബുക്കില് വായിച്ചത് 82. നമ്മുടെ പുരോഗതിയിലെ ഘട്ടത്തിൽ നമുക്ക് കഠിനാധ്വാനത്തിലാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് ഒരു പുതിയ സ്വാതന്ത്ര്യ സന്തോഷവും നമ്മൾ അനുഭവിക്കുക. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നമുക്ക് ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടിക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുക, സമാധാനം എന്നറിയുകയും ചെയ്യും. ഇവിടെ നമ്മൾ ചിന്തിക്കരുത് നമുക്കിവിടെ പ്രശാന്തി കിട്ടിയെന്ന്. വി വിൽ കോംപ്രഹെൻഡ്, അതായത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും എന്നതാ. വി വിൽ കോംപ്രഹെൻഡ് ദ വേർഡ് സെറനിറ്റി. സെറനിറ്റി എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുള്ളൂ, അല്ലാണ്ട് സെറനിറ്റി കിട്ടിയിട്ടില്ല അവിടെ. ആൻഡ് വി വിൽ നോ പീസ്. നമ്മൾ സമാധാനം എന്തെന്ന് അറിയും. അത് നമ്മൾ കൃത്യമായി വായിക്കുമ്പോഴാണ് നമുക്ക്. അപ്പൊ പലപ്പോഴും പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിച്ചു, സമാധാനം എന്തെന്ന് നാം അറിഞ്ഞു. നാം എത്രമേൽ താഴോട്ട് പോകണമെന്ന പ്രശ്നമില്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണെന്ന നാം ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളുടെ നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളുടെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മളിൽ നിന്ന് അകലും. ജീവിതത്തോടും നമ്മുടെ മനോഭാവം കാഴ്ചപ്പാട് മാറും. ഫിയർ ഓഫ് ദാറ്റ് ഫീലിംഗ് ഓഫ് യൂസ്നെസ് സെൽഫ്, വി വിൽ ലോസ് ഇൻട്രസ്റ്റ് ഇൻ സെൽഫിഷ് തിങ്സ് ആൻഡ് ഗെയിൻ ഇൻട്രസ്റ്റ് ഇൻ അവർ.
self-seeking will slip away. Our whole attitude and outlook upon life will change. Fear of people, we will intuitively know handle situation which is used. We will suddenly raise the board. എനിക്ക് ആ ഭാഗ്യാന്വേഷണ പ്രവണത കുറയുമെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ജീവിതത്തിലുള്ള നമ്മുടെ മനോഭാവം കാഴ്ചപ്പെടുന്ന ആളുകളെ കുറിച്ച് സാമ്പത്തിക സുരക്ഷിതത്വം ഭയം നമ്മെ വിട്ടകലും. സാമ്പത്തികത്തിന്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല, ഭയം വിട്ടകലും എന്നാണ്. അപ്പൊ ആദ്യത്തെ വാക്കാണ് ഫിയർ ഓഫ് പീപ്പിൾ ആൻഡ് ഓഫ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി വില്ലേഴ്സ്. അതായത് ആളുകളെ കുറിച്ചുള്ള ഭയം നമുക്ക് വിട്ടകലും എന്നാണ്. അല്ലാണ്ട് സാമ്പത്തികം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നല്ല. നമ്മൾ അന്താളിച്ച സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് കൊണ്ട് ചെന്ന് പെട്ടെന്ന് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവസരപ്പെടുന്നത് പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം നാം അതിനോട് ശ്രമിച്ചാൽ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു. അപ്പൊ നമുക്കൊരു സെറനിറ്റി എന്ന വാക്കിന്റെ ആ പ്രശാന്തതയുടെ, പ്രസന്നതയുടെ ആ തെളിച്ചുള്ള ആ കാര്യം നമുക്ക് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാവുന്നു, ഗ്രഹിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് അവിടെ, അതായത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് നോ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധവിരാമാണ്, ഒരു ശാന്തി, സമാധാനം. നമ്മുടെ സ്കെയിൽ എത്രമാത്രം, അതായത് നമ്മൾ എത്രമാത്രം തുലാസ് അളവ് താഴത്തോട്ട് പോയെന്നുള്ളത് പ്രശ്നമല്ല. യൂസ്ലെസ്നെസ് എന്ന് വെച്ചാൽ അർത്ഥം എന്നാണ്? വ്യർത്ഥത, നിഷ്പ്രയോജനം. സെൽഫ് പിറ്റി ആണ് ആത്മാനുകമ്പ, എന്നെ കുറിച്ച് സെൽഫ് പിറ്റി, അവനവനെ കുറിച്ചുള്ള ആത്മാനുകമ്പ. ഡിസപ്പിയേഴ്സ്, മാഞ്ഞു പോവുകയാണ്. സെൽഫിഷ്, സ്വാർത്ഥ ബുദ്ധി, അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന. മറ്റ് ഫെലോസ് എന്ന് അവിടെ പറയുന്നുണ്ട്, അവർ സഹയാത്രികൻ, ചങ്ങാതി, കൂട്ടുകാരൻ, സഹവാസി, കൂട്ടാളി, പങ്കാളി, നമ്മുടെ ഭാര്യമാരൊക്കെ ഫെലോസ്. സെൽഫ് സീക്കിംഗ്, സ്വാർത്ഥമാത്രപരമായ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം മാറും, നമ്മുടെ ഭാവം മാറും. എക്കണോമിക് എന്ന് പറഞ്ഞാൽ ദുർവ്യയം ചെയ്യുക, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളെയാണ് എക്കണോമിക്. ഫിയർ എന്ന് വെച്ചാൽ ഭീതി. ഇൻഡിറ്റ്യൂവലി എന്ന് പറഞ്ഞാല് അന്തർജ്ഞാനം, ഒരു ആത്മജ്ഞാനം കിട്ടുകയാണ്. ബഫിൾ, നമ്മളെ കുഴപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ആത്മജ്ഞാനത്തിലൂടെ നമ്മൾ പരിഹാരങ്ങൾ. എക്സ്ട്രാവാഗന്റ്, അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അതിര കടന്ന വാഗ്ദാനമാണെന്ന് നമുക്ക് പലപ്പോഴും ചെയ്യാം. അപ്പൊ ഇവിടെ ഞാനും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് കുറച്ച് കടമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എയിൽ വന്നതിന് ശേഷം എന്റെ ഒരു ചെറിയ സ്ഥലം വിറ്റിട്ട് ഞാനത് കടം ചെയ്തു. അതല്ലാതെ എയിൽ വന്ന് 9-ാം പടി ചെയ്തപ്പോൾ തന്നെ എന്റെ സാമ്പത്തിക സ്ഥിതി മാറുകയല്ലേ ചെയ്തത്. ഞാൻ ആ സ്ഥലം വിറ്റ്, എന്റെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു 10 സെന്റ് സ്ഥലം വിറ്റ് എന്റെ കടം തീർക്കുകയാണ് ചെയ്തത്. അതിപ്പോ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമ്മൾ അങ്ങനെ 9-ാമത്തെ പടിയിലെത്തി നിൽക്കുകയാണ്. അപ്പോ നമ്മൾ കള്ളു കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ എന്നെ വിചാരിച്ചേ, നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും ന്യൂ ഫ്രീഡം ആൻഡ് ന്യൂ ഹാപ്പിനെസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുടിച്ചത്. നമ്മൾ പഴയ കാലങ്ങൾ മറക്കാനും പൊറുക്കാനും വേണ്ടി വേണ്ടി കുടിച്ചു. അങ്ങനെയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോ നമുക്ക് കുടിക്കേണ്ടി വരുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സന്തോഷവും സമാധാനവും നമ്മൾ അറിയുകയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ഒരു കാര്യം, ആൽക്കഹോൾ മാത്രമല്ല, ഗാംബ്ലിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാതെ തന്നെ നമുക്ക് ഈ സെറനിറ്റി നമുക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ ആദ്യത്തെ 9 പടികൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഈ വാഗ്ദാനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും 9 പടികൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ജയിലിൽ പോകാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഡൈവേഴ്സിൽ നിൽക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റിട്ട് ഛർദ്ദിക്കാത്തത്, അല്ലെങ്കിൽ രക്തം വരാത്തത്, ഇതൊക്കെ ഞാൻ ഈ പടികൾ ചെയ്തുകൊണ്ടാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു അത്ഭുതമാണ്. നമുക്കിടെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, അസ്വസ്ഥനായിട്ടുള്ള, ചുണ്ടിക്കാരനായിട്ടുള്ള, അസംതൃപ്തനായിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ഷെയിം, ഫിയർ, ഗിൽറ്റ്, റിമോഴ്സ്, വറി എന്ന് വെച്ചാല് ഭയം, കുറ്റബോധം, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ കുറ്റബോധം, പശ്ചാത്താപം, ദേഷ്യം, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ആണ് നമ്മൾ കുടിച്ചിരുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാഗ്ദാനം കിട്ടുന്നു. അങ്ങനെ നമ്മൾ ഒരു പുതിയ ജീവിത രീതിയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നു. നമുക്ക് ഇനിയുള്ളത് 10-ാമത്തെ പടിയാണ്. 10-ാമത്തെ പടി എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? നൗ വി ഹാവ് മേഡ് എ ട്രമെൻഡസ് എമൗണ്ട് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത് ദോ ദ ഫസ്റ്റ് 9 steps വി പുട്ട് ടു ദ പ്രോമിസ്. അതായത് നമ്മുടെ 9 പടികളിലൂടെ നമ്മളൊരു ആത്മീയ വളർച്ച നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു and we start having trouble with the people, then with ourselves, then with God. അപ്പൊ നമ്മള് ആളുകളും നമ്മൾ സ്വയമായിട്ടും ദൈവമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കാതെ, കാരണം we end up drunk all over again. ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ കുടിക്കാനാണ് പോയത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കിപ്പോ ഓവർ ആൻഡ് ഓവർ എങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമ്മൾ കുടിക്കാതെ മുന്നോട്ട് പോകുന്നു. ഇതൊരു ഗ്രോയിങ് പ്രോസസ്സാണ്. നമുക്ക് വളർച്ച തടയാൻ പറ്റില്ല.
നമ്മൾ അങ്ങനെ വളർച്ച തടിച്ചാല് നമ്മൾ മരിക്കാൻ തുടങ്ങും. അടുത്ത ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ലാസ്റ്റ് 3 സ്റ്റെപ്പ്. അടുത്ത 3 സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. നോട്ട് ആസ് ജസ്റ്റ് മെയിൻ്റെനൻസ് സ്റ്റെപ്പ്. ഇതൊരു മെയിൻ്റെനൻസ് സ്റ്റെപ്പ് അല്ല. എന്തുകൊണ്ടാണ് മെയിൻ്റെനൻസ്? ഞാൻ ഇംഗ്ലീഷില് മെയിൻ്റെനൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ പരിപാലിച്ചുകൊണ്ട് പോവുക എന്നുള്ള അർത്ഥത്തിലാണ് മെയിൻ്റെനൻസ് എന്നുള്ള ഇത് വരുന്നത്. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ മെയിൻ്റെനൻസ് സ്റ്റെപ്പ് അല്ല അത്. നമുക്ക് മുന്നോട്ട് പോകേണ്ടത്, നമ്മൾ വളർച്ചയുടെ സ്റ്റെപ്പാണ്, മുന്നോട്ട് കൊണ്ടുപോകേണ്ട സ്റ്റെപ്പാണ്. ഒരു കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പുകളാണ് അടുത്ത 3. അപ്പോൾ നമുക്ക് നോട്ട് ജസ്റ്റ് കീപ്പ് അപ്പ് സോബർ, നമ്മളെ സോബർ ആക്കാനുള്ള, ബട്ട് ടു സീ ഇഫ് യു ക്യാൻ ആക്ച്വലി കണ്ടിന്യൂ ടു ഗ്രോ അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടും വിത്ത് അവർ സെൽസ്, നമ്മളോട് തന്നെ മറ്റു മനുഷ്യരോടും വളർച്ചയിലേക്ക് എത്തിക്കുന്ന സ്റ്റെപ്പാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അടുത്ത 3 സ്റ്റെപ്പ്. ഇനി 10ഉം 11ഉം ആണ് ഈ അധ്യായത്തിലുള്ളത്. അത് നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. റോമൽ വായിക്കാമോ സാറേ? ഈ ചിന്ത ഞങ്ങളെ 10ാമത്തെ പടിയിലേക്ക് കൊണ്ടുവരുന്നു. നാം മുന്നോട്ട് പോകുമ്പോൾ പറ്റുന്ന തെറ്റുകൾ ശരിയാക്കുക എന്നുമാണ് അത് വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾ തുടരുക എന്നുമാണ് അത് അനുശാസിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഞങ്ങൾ ശുചീകരിച്ചപ്പോൾ ഈ തരത്തിലുള്ള ജീവിത രീതി ഊർജ്ജസ്വലമായി ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ ഈ ആത്മീയതയുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ധാരണയിലും ഫലപ്രാപ്തിയിലും വളരുക എന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ കർത്തവ്യം. ഇത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും തുടരണം. സ്വാർത്ഥതയും സത്യസന്ധത ഇല്ലായ്മയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ട് ഇത് തുടരുന്നു. ഇവയിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലും തലപൊക്കുമ്പോൾ അവ നീക്കിത്തരുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി അടുത്ത ആരോടെങ്കിലും ഞങ്ങൾ ഇവയെപ്പറ്റി ചർച്ച നടത്തും. ഞങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ പരിഹാരം ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും കാര്യത്തിലേക്ക് ചിന്തകൾ ഞങ്ങൾ തിരിച്ചുവിടുന്നു. സ്നേഹവും മറ്റുള്ളവരുള്ള സഹിഷ്ണുതയുമാണ് ഞങ്ങളുടെ നിയമസംഹിത. അങ്ങനെ നമ്മൾ ദിസ് തോട്ട് ബ്രിങ് അസ് ടു സ്റ്റെപ്പ് 10. നമ്മൾ ഈ പറയുന്ന 12 വാഗ്ദാനങ്ങളുടെ ചിന്തകള് നമ്മളെ 10ാമത്തെ പടിയിലേക്ക് എത്തിക്കണം. വിച്ച് സജസ്റ്റ് വി കണ്ടിന്യൂ നോട്ട് മെയിൻ്റെനൻസ്. കണ്ടിന്യൂ, തുടരുകയാണ്. ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി ആൻഡ് കണ്ടിന്യൂ. 2 പ്രാവശ്യം കണ്ടിന്യൂ പറഞ്ഞു. കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുക, തുടർച്ചയായി ചെയ്യുക, എല്ലായ്പ്പോഴും സംഭവിക്കുക, നിർത്താതിരിക്കുക, പ്രവൃത്തിയായി തുടരുക, ഇടപെടാതെ തുടർന്ന് പ്രവർത്തിക്കുക, തടസ്സമില്ലാതെ പ്രവർത്തിക്കുക, നമ്മുടെ നിരന്തരം എന്നൊക്കെ പറയുന്ന ഒരർത്ഥത്തിലാണ് കണ്ടിന്യൂ. അപ്പൊ 10, 12, 12 കണ്ടിന്യൂ ആണ്, നിരന്തരം ചെയ്യേണ്ടതാണ്. ടു സെറ്റ് റൈറ്റ് എനി ന്യൂ മിസ്റ്റേക്ക് ആസ് വി ഗോ അലോങ്. അതായത് ഏതെങ്കിലും പുതിയ തെറ്റാണ്, പഴയ തെറ്റുകളൊക്കെ നമ്മൾ 8, 9 തീർത്തു. ഇനി പുതിയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ അത് ശരിയാക്കുവാണ്. വി വിഗറസ്ലി കമൻസ്ഡ് ദിസ് വേ ഓഫ് ലിവിങ് ആസ് വി ക്ലീൻഡ് അപ്പ് ദ പാസ്റ്റ്. അതായത് നമ്മൾ പഴയ കാലം ക്ലീൻ ചെയ്തുകൊണ്ട് ഈ ഒരു ജീവിതം നയിക്കും. വി ഹാവ് എൻറ്റേർഡ് ദ വേൾഡ് ഓഫ് ദ സ്പിരിറ്റ്. നമ്മളൊരു ആത്മീയ ലോകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ടു ഗ്രോ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എഫക്റ്റീവ്നെസ്. മറ്റുള്ളവരെ മനസ്സിലാക്കുകയും വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ പ്രവർത്തിക്കുന്നു. അവർ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ടു ഗ്രോ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എഫക്റ്റീവ്നെസ്. ദിസ് ഈസ് നോട്ട് ആൻ ഓവർനൈറ്റ് മാറ്റർ. ഒരു രാത്രി കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യമല്ല. ഇറ്റ് ഷുഡ് ടു കണ്ടിന്യൂ ഫോർ അവർ ലൈഫ് ടൈം. അപ്പൊ 10, 12, 12 എന്ന് പറയുന്നത് ലൈഫ് ടൈമാണ്, മരണം വരെ ചെയ്യേണ്ടതാണ്. കണ്ടിന്യൂ ടു വാച്ച് ഫോർ സെൽഫിഷ്നെസ്. അതായത് സ്വാർത്ഥത, ഡിസോണസ്റ്റി, സത്യസന്ധതയില്ലായ്മ, റിസൺമെന്റ്, നീരസം ആൻഡ് ഫിയർ, ഭയം. വെൻ ദിസ് ക്രോപ്പ് അപ്പ്, ഇത്തരം ഈ കാര്യങ്ങൾ വരുമ്പോൾ വി ആസ്ക് ഗോഡ് വൺസ് ടു റിമൂവ് them. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആസ്ക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ്. ഗോഡ് ടു വൺസ് ടു റിമൂവ് them. അത് റിമൂവ് ചെയ്യണം. വി ഡിസ്കസ് them with someone immediately. Discuss them with someone. Someone ആരാണ്? സ്പോൺസർ ഓർ മെന്റർ, അല്ലെങ്കിൽ മറ്റൊരാളോട്. ഇമ്മീഡിയറ്റ്ലി ആൻഡ് മേക്ക് അമൻസ് ക്വിക്ക്ലി. അതായത് അമൻസിൽ ഏർപ്പെടുകയാണ്. ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ, ധൃതിയായിട്ട്, പെട്ടെന്ന് തന്നെ, വളരെ വേഗം നമ്മൾ അവനോട് അമൻസിൽ ഏർപ്പെടുന്നു. ഇഫ് യു ഹാവ് ഹാർമഡ് എനിവൺ, നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, then we resolutely turn our thoughts to someone we can help. അപ്പൊ നമ്മുടെ ചിന്തകളെ നമ്മൾ മറ്റൊരു തലത്തേക്ക് തിരിച്ചുവിടുന്നു. നമുക്ക് ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന് നോക്കും. ലവ് ആൻഡ് ടോളറൻസ് ഓഫ് അവർ അതേഴ്സ് അവർ കോഡ്. അതായത് സ്നേഹവും സഹനവുമാണ് നമ്മളുടെ നിയമസംഹിത. കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമസംഹിത, അല്ലെങ്കിൽ നീതിശാസ്ത്രം, നിയമാവലി. ഇപ്പൊ ആൽക്കോളിസത്തിന്റെ നിയമാവലി എന്താണ്? ലവ് ആൻഡ് ടോളറൻസ്. അതുകൊണ്ടാണ് നമ്മൾ ആൽക്കോളിസം അംഗങ്ങളോട് ഐ ലവ് യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഇഷ്ടമാടാ, ഭയങ്കര സ്നേഹടാ, വാടാ അവിടെ എന്ന് വിളിക്കുന്നത്, നമ്മൾ ഫോൺ വിളിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, എത്ര പ്രായമായാലും
പ്രായം കുറഞ്ഞവരായാലും സമപ്രായക്കാരായാലും ഒരേ ജോലിക്കാരായാലും ഒരു വിഭജനവും ഇല്ലാതെ വിഭാഗീയതയുമില്ലാതെ നമ്മൾ ഈ ലവ് ആൻഡ് ടോളറൻസ് വെക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ സഹിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് വന്നത്. ഇത് നമ്മുടെ കോഡ് എന്താണ്? ലവ് ആൻഡ് ടോളറൻസ് ഓഫ് അതേഴ്സ് ഈസ് അവർ കോഡ്. അത് അംഗങ്ങളോട് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ഭാര്യയോട്, നമ്മുടെ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരോട് എല്ലാം നമ്മൾ ഈ നിയമസംഹിത വെച്ചുകൊണ്ടാണ്. ആൻഡ് അപ്പൊ അടുത്തത് വായിക്കാവാ. ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരാടുന്ന പതിവ് ഞങ്ങൾ നിർത്തി, മദ്യത്തോട് പോലും. കാരണം ഇപ്പോഴേക്കും സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാവും. മദ്യത്തിൽ ഞങ്ങൾക്കൊട്ടും താല്പര്യമുണ്ടാകാതിരിക്കാനാണ് സാധ്യത. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ ഒരു അഗ്നിനാളം കണ്ട പോലെ അതിൽ നിന്നും പിൻവലിയുന്നു. സാധാരണ പോലെ സുബോധത്തോടെ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ ശ്രമമോ ചിന്തയോ ഒന്നും കൂടാതെയാണ് മദ്യത്തോടുള്ള ഞങ്ങളുടെ മനോഭാവം ഞങ്ങൾക്ക് കിട്ടിയതെന്ന് കരുതുന്നു. അതങ്ങനെ വരികയാണ്. അതിലെ അത്ഭുതവാഹമായ അംശം ഇതാണ്: ഞങ്ങൾ ഒന്നിനോടും എതിരിടുന്നില്ല. മദ്യം വേണമെന്ന തോന്നലിനെ പോലും ഞങ്ങൾ അവഗണിക്കുന്നില്ല. ഒരുതരം സമതുലനാവസ്ഥയിൽ എത്തപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. സുരക്ഷിതമായും എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നില്ല. ഞങ്ങളുടെ യുദ്ധോത്സുകരോ ഭയപരവശരോ അല്ല. അതാണ് ഞങ്ങളുടെ അനുഭവം. ഒരാത്മീയാവസ്ഥയിൽ തുടരുന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സ്റ്റൗവിന്റെ കാര്യം പറയാം. പക്ഷെ ഇതിനു മുമ്പ് ഒരു സ്റ്റൗവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പേജ് നമ്പർ 24. അതെങ്ങനെയാ? ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു സ്റ്റൗവിൽ തൊടണമെന്ന് തോന്നിയാലുടൻ തന്നെ അതിനെതിരെ മനസ്സിലൊരു പ്രതിരോധമുണ്ടാകും. അത്തരമൊരു പ്രതിരോധം ഇവിടെ ഉണ്ടാകുന്നില്ല. പേജ് നമ്പർ 24. അതായത് മദ്യം കഴിക്കാൻ പോകുമ്പോൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ ഈ സ്റ്റൗവിൽ തൊടണമെന്ന് തോന്നിയാലുടൻ തന്നെ അതിനെതിരെ മനസ്സിൽ പ്രതിരോധം ഉണ്ടാകും. ആ പ്രതിരോധം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് പേജ് നമ്പർ 24 പറഞ്ഞിട്ട് പേജ് നമ്പർ 84 ആവുമ്പോൾ പറയുകയാണ്, ആൻഡ് വി ഹാവ് സീസ്ഡ് ഫൈറ്റിംഗ് എനിത്തിങ് ഓർ എനിവൺ ഈവൻ ആൽക്കഹോൾ. നമ്മൾ എന്തിനോടും, മദ്യത്തിനോട് പോലും നമ്മൾ ഫൈറ്റിങ് സീസ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു, നിർത്തി, ചെയ്യാതിരുന്നു, അടച്ചു. ഫൈറ്റിംഗ് എന്താണ്? പൊരുതുക. അപ്പം ഈവൻ ആൽക്കഹോൾ, മദ്യത്തോട് പോലും ഫൈറ്റ് ചെയ്യുന്നില്ല നമ്മള്. അതുകൊണ്ടാണ് ബ്രാൻഡിക്കടയുടെ ബാറിന്റെ മുമ്പിൽ പോയി നമ്മൾ സമരം ചെയ്യാത്തത്. ഏതെങ്കിലും കുടിക്കുന്നവനെ വഴി കാണുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാത്തത്. നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മദ്യത്തോട് പോലും നമ്മൾ ഫൈറ്റ് ഇല്ല. ഫോർ ബൈ ദിസ് ടൈം സാനിറ്റി വിൽ ഹാവ് റിട്ടേൺഡ്. ഒമ്പതാം പടിയുടെ പ്രോമിസിൽ നമ്മൾ എന്നാന്ന് പറഞ്ഞ സെറനിറ്റി, വേർഡ് സെറനിറ്റി ആൻഡ് വി വിൽ നോ പീസ്. നമ്മൾ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായി. അപ്പൊ ഇവിടെ പറയാണ്, അപ്പോഴേക്കും നിങ്ങൾക്ക് സാനിറ്റി, നിങ്ങളുടെ എബിലിറ്റി ടു റെക്കഗ്നൈസ് ദ ട്രൂത്ത്, സത്യം തിരിച്ചറിയാനുള്ള കഴിവ് വന്നിട്ടുണ്ടാകും. ഒരു ബുദ്ധിസ്ഥിരത, ഒരു സ്ഥിരബുദ്ധി, ഒരു സ്വസ്ഥ ബുദ്ധി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. എപ്പോഴാണ്? 10ാമത്തെ പടി എത്തുമ്പോഴത്തേക്കും. വി വിൽ സെൽഡം ബി ഇൻട്രസ്റ്റഡ് ഇൻ ലിക്വിഡ്. നമുക്ക് മദ്യത്തോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇഫ് ടെംപ്റ്റഡ്, എങ്ങാനും നമ്മൾ ടെംപ്റ്റ് ചെയ്താല്, ടെംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 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 കുടിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുക ചെയ്താല്, വി റീകോയിൽ ഫ്രം ഇറ്റ് ആസ് ഫ്രം എ ഹോട്ട് ഫ്ലെയിം. അതായത് നമ്മളൊരു സ്റ്റവ് തൊടുന്നത് പോലെ തന്നെ നമ്മൾ മാറുന്നു. വി റിയാക്ട് സെയിൻലി ആൻഡ് നോർമലി. നമ്മൾ വളരെ സെയിൻലി ആയിട്ട്, നോർമലി ആയിട്ട് പെരുമാറും. ആൻഡ് വി വിൽ ഫൈൻഡ് ദാറ്റ് ദിസ് ഹാസ് ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി. ഇത് നമ്മൾക്ക് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോവാണ്, അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യല്ല. ആരുടെങ്കിലുമോ എന്തെങ്കിലുമായി പോരാടുന്ന പതിവ് ഞങ്ങൾ നിർത്തി, മദ്യത്തോട് പോലും. കാരണം ഇപ്പോഴേക്കും സ്വഭാവാവസ്ഥ തിരിച്ചു കൊടുക്കുന്നുണ്ട്. മദ്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകാനിരിക്കാൻ സാധ്യതയാണ്. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ ഒരു അഗ്നിനാളം കണ്ടെന്ന പോലെ അതിൽ നിന്നും പിൻവലിയുന്നു. ഹോട്ട് ഫ്ലെയിം കണ്ട പോലെ, അഗ്നിനാളം കണ്ട പോലെ പിൻവലിയുന്നു. എപ്പോഴെങ്കിലും സാധാരണ പോലെ സുബോധത്തോടെ ഞങ്ങൾ പ്രതികരിക്കുന്നു. അത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരികയാണ്. വി വിൽ സീ ദാറ്റ് അവർ ന്യൂ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലിക്കർ, നമുക്ക് മദ്യത്തോടുള്ള പുതിയ മനോഭാവം ഹാസ് ബീൻ ഗിവൺ അസ് വിത്തൗട്ട് എനി തോട്ട് ഓർ എഫേർട്ട് ഓഫ് അവർ പാർട്ട്. നമ്മളുടെ യാതൊരു ചിന്തകളും ഇല്ലാതെ, യാതൊരു കഴിവുമില്ലാതെ അതങ്ങനെ നമ്മളിലേക്ക് ആ ആറ്റിറ്റ്യൂഡ് വരികയാണ്. ഇറ്റ് ജസ്റ്റ് കംസ്. അതങ്ങനെ വരികയാണ്. ദാറ്റ് ഈസ് ദ മിറാക്കിൾ ഓഫ് ഇറ്റ്. ഇതാണ് അത്ഭുതം.
വി ആർ നോട്ട് ഫൈറ്റിംഗ് ഇറ്റ്. നമ്മൾ അതിനോട് മത്സരിക്കുന്നില്ല. നെയ്തർ ആർ വി അവോയ്ഡിങ് ടെംപ്ടേഷൻ. നമ്മളൊരു ടെംപ്ടേഷനെ അവോയ്ഡ് ചെയ്യുന്നില്ല. വി ഫീൽ ആസ് ദോ വി ഹാഡ് ബീൻ പ്ലേസ്ഡ് ഇൻ എ പൊസിഷൻ ഓഫ് ന്യൂട്രാലിറ്റി, സേഫ് ആൻഡ് പ്രൊട്ടക്ട്. നമ്മളെ ഒരു ന്യൂട്രാലിറ്റിയിലേക്ക്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അഭിപ്രായവും മട്ടും ഭാവവും ഒക്കെ ഒരു പുതിയ ആറ്റിറ്റ്യൂഡിലേക്ക് വരികയാണ്. നമ്മളെങ്ങനെ പ്രലോഭിക്കപ്പെട്ടാൽ, ആകർഷിക്കപ്പെട്ടാൽ, വശീകരിക്കപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നടുക്കുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മൾ മാറുകയാണ്. വി ഫീൽ വി ഹാഡ് പ്ലേസ്ഡ് പൊസിഷൻ സേഫ് ആൻഡ് പ്രൊട്ടക്ട്. വി ഹാവ് നോട്ട് ഈവൻ സോൺ ഓഫ് എന്ന് വെച്ചാൽ പ്രതിജ്ഞാബദ്ധ വാക്ക് കൊടുത്തിട്ടുള്ള ഇതാണ്. ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷത, രണ്ട് പക്ഷത്തേക്കും ചേരാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞത്. അടുത്ത എന്താണ്? ഇൻസ്റ്റഡ് ഓഫ് ദ പ്രോബ്ലം ഹാസ് ബീൻ റിമൂവ്ഡ്. പ്രോബ്ലം ഹാസ് ബീൻ റിമൂവ്ഡ്. ആ വാക്ക് 3 വാക്കുകൾ 4 വാക്കുകൾ ഭയങ്കരമാണ്. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ അസ്. അത് നിലനിൽക്കുന്നില്ല. വി ആർ നെയ്തർ കോക്കി എന്താണ് ദുരാഭിമാന, അഹങ്കാരി, ധിക്കാരമുള്ള, നോർ ആർ വി അഫ്രൈഡ്. നമ്മൾ ഭയം ഇല്ലാത്തവരായി. ദാറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ്. ഇതാണ് ഞങ്ങളുടെ അനുഭവം. ദിസ് ഈസ് ഹൗ വി റിയാക്ട് ആസ് ലോങ് ആസ് കീപ് ഇൻ ഫിറ്റ് സ്പിരിച്വൽ കണ്ടീഷൻ. അപ്പോ ഒരു ആത്മീയാവസ്ഥയെ തുടർന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ സുരക്ഷിതവും അല്ലാത്ത ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു. വി ആർ നെയ്തർ കോക്കി നോർ വി ആർ അഫ്രൈഡ്. ദാറ്റ് ഈസ് അവർ പ്രതിജ്ഞ. കോക്കി അറിയത്തില്ല. പ്രതിജ്ഞ എന്നുള്ള വാക്ക് അവിടെ കാണുന്നില്ല. സോൺ ഓഫ് എന്നുള്ള സോൺ ഓഫ് എന്നുള്ള പ്രതിജ്ഞ വാക്ക് കൊടുത്തു. ഓക്കെ, ശരിയാ. അപ്പൊ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ യുദ്ധോത്സവ പ്രായപരിവേശരല്ല. അതാണ് ഞങ്ങളുടെ അനുഭവം. ഒരു ആത്മീയ അടിസ്ഥാനത്തിൽ തുറന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സാറേ ഒന്ന് അടുത്ത് വായിക്കുക. ഓക്കെ. ആത്മീയ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ട് സുഖമായി മറിഞ്ഞിരിക്കുക വളരെ എളുപ്പമാണ്. അങ്ങനെയായാൽ ഞങ്ങൾ കുഴപ്പത്തിലേക്കാണ് നീങ്ങുക. എന്തെന്നാൽ മദ്യം അത്രമേൽ തന്ത്രശാലിയായ ശത്രുവാണ്. ഞങ്ങൾ അമിത മദ്യപാനശക്തി എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തി പ്രാപിച്ചവരല്ല. ഞങ്ങൾക്കാകെ കൂടിയുള്ളത് ആത്മീയസ്ഥിതി നിത്യേന പരിപാലിച്ചുകൊണ്ടുള്ള ഒരു ദൈനംദിന ശാന്തി മാത്രമാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈശ്വരേച്ഛ എന്തെന്ന് കണ്ടറിഞ്ഞ് അത് നടപ്പിലാക്കേണ്ടതിലേക്കുള്ളതാണ്. ദിവസങ്ങൾ ഓരോന്നും ദൈവമേ ഏറ്റവും നന്നായി എനിക്കെങ്ങനെ സേവിക്കാം. അങ്ങയുടെ ആഗ്രഹം നടപ്പാകണം, എൻ്റേതല്ല. സ്ഥിരമായി ഞങ്ങളിലൂടെ കടന്നു പോകേണ്ട ചിന്തകളാണിവ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ആകാവൂ. സ്വന്തം ഇഷ്ടങ്ങളുടെ ശരിയായ ഉപയോഗ രീതി ഇതാണ്. അപ്പോ അതായത് ആത്മീയ പദ്ധതിയുടെ പ്രവർത്തനം മുഴുകിക്കൊണ്ട് സുഖമായി മടിഞ്ഞിരിക്കുക വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ഈസി ടു ലെറ്റ് അപ്പ് ഓൺ ദ സ്പിരിച്വൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ. സ്പിരിച്വൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്താണ്? സ്റ്റെപ്സ് ആൻഡ് റെസ്റ്റ് ഓൺ അവർ ലോറൽസ് എന്നാണ്. മടിഞ്ഞിരിക്കുക സുഖമായി മടിഞ്ഞിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു കീർത്തി, ഒരു കിരീടം വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക. ഇറ്റ് ഈസ് ഈസി, വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ കിരീടം വെച്ച് നമ്മളൊരു സ്പിരിച്വൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആണ്. വി ആർ ഹെഡഡ് ഫോർ ട്രബിൾ ഇഫ് വി ഡു ഫോർ ആൽക്കഹോൾ ഈസ് എ സബ്ടൈൽ ഫോ. അതായത് നമ്മള് നിഗൂഢമായിട്ട് പിടികൊടുക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ഫോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോ എന്ന് പറഞ്ഞാല് ശത്രുവാണ്. മദ്യം വിരോധിയാണ്. നമ്മളെ പ്രശ്നം ഉണ്ടാക്കും, ട്രബിൾ ഉണ്ടാക്കും. വി ആർ നോട്ട് ക്യൂർഡ് ഓഫ് ആൽക്കഹോളിസം. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? നമ്മൾ അങ്ങനെ ഒരു കിരീടം വെച്ചുകൊണ്ട് ഒരു വലിയ അഭിമാനത്തോടു കൂടി നടക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യണം. വി ആർ നോട്ട് ക്യൂർഡ് ഓഫ് ആൽക്കഹോളിസം. നമ്മൾ മദ്യാസക്ത രോഗിയിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. ബട്ട് വി ആർ റിയലി ഹാവ് ഇസ് എ ഡെയിലി റിപ്രൈവ്. നമുക്ക് ദിവസേനയുള്ള ഒരു ശാന്തിയാണ്, അല്ലെ? ഒരു തൽക്കാല ശമനം, ഒരു നീട്ടിവെക്കല്, അത് മാത്രമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻസ് എന്നുള്ള കണ്ടിൻജന്റ് ഓൺ ദ മെയിൻറ്റെയിൻസ് ഓഫ് അവർ സ്പിരിച്വൽ കണ്ടീഷൻ. അപ്പൊ മെയിൻറ്റെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംരക്ഷണം, ഒരു പരിപാലിക്കുക, നിലനിർത്തുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ഗ്രോ ആണ്. മെയിൻറ്റെയിൻസിനേക്കാൾ ഉപരി പരിപാലിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ വളരുകയാണ്. അപ്പൊ നമുക്ക് അവിടെ കൂടുതൽ ചെയ്യുന്ന ഗ്രോ എന്നുള്ള ഒരു വാക്കാണ്. അപ്പൊ എവരി ഡേ, എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. എവരി ഡേ ഈസ് എ ഡേ വെൻ വി മസ്റ്റ് ക്യാരി ദ വിഷൻ ഓഫ് ഗോഡ് വിൽ ഇൻ ടു ഓൾ ഓഫ് അവർ ആക്ടിവിറ്റീസ്. മസ്റ്റ്, തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടതാണ്, നിർദ്ദേശമാണ്. നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്യണം. ഹൗ ക്യാൻ ഐ ബെസ്റ്റ് സെർവ് ദി ദേ വിൽ ബി ഡൺ. അത് നോക്കൂ, അങ്ങയുടെ ഇഷ്ടം എങ്ങനെയാണ് ഞാൻ നിറവേറ്റേണ്ടത് എന്നാണ്. ദീസ് ആർ തോട്ട്സ് വിച്ച് മസ്റ്റ് ഗോ വിത്ത് വാസ് കോൺസ്റ്റന്റ്ലി. തുടർച്ചയായിട്ട് ഈ ഇടപെടാതെ എന്നും എപ്പോഴും സ്ഥിരമായിട്ട് നമുക്ക് വേണ്ട ചിന്ത എന്താണ്?
അവിടുത്തെ ഇഷ്ടം നിറവേറ്റണമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഒരു മാറ്റം ഇല്ലാതെ നമുക്കത് എല്ലാ ദിവസവും തോന്നണം. വി ക്യാൻ എക്സസൈസ് അവർ വിൽ പവർ അലോങ് ദിസ് ലൈൻ വിൽ വി വിഷ്. നമ്മള് ഇത് പരിശീലിച്ചെടുക്കുകയാണ് അല്ലെ, നമ്മൾ ഈ ആത്മീയ അടിസ്ഥാനത്തിൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർ യൂസ് ഓഫ് ദ വിൽ. ഒരു യോജിച്ച ഒരു അർഹതമായ പ്രോപ്പർ ആയിട്ടുള്ള വില്ലിന് നമ്മൾ ഇരിക്കണം. അങ്ങനെയായാൽ ഞങ്ങൾ, അതായത് നമ്മളിങ്ങനെ മടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ലോറൽ എന്നാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ പറയേണ്ടത് ശരിക്കും ഒരു കിരീടം വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. നമ്മൾ എല്ലാ ദിവസവും ആത്മീയ സ്ഥിതി നിത്യേന പാലിച്ചുകൊണ്ട് ഒരു ദൈനംദിന ശാന്തിയിലേക്ക് എത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്ന് നമ്മളോട് പറയാണ്. അപ്പോ നമ്മൾക്ക് കടന്നുകൊണ്ട് ചെയ്യുന്നതാണ്, ദൈവമേ അങ്ങയെ ഏറ്റവും നന്നായി എങ്ങനെ സേവിക്കാം, അങ്ങയുടെ ആഗ്രഹം നടപ്പാക്കണം, എന്റേതല്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വാക്ക് വായിക്കാവോ? സർവജ്ഞനും സർവജ്ഞനുമായ ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശവും പ്രചോദനവും ശക്തിയും ലഭിക്കുന്നതിനെ പറ്റി ഒരുപാട് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ആ മാർഗനിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകി വരുന്നത് അനുഭവിച്ചറിയാൻ കഴിയുന്നു. ഒരു പരിധിവരെ നാം ദൈവചിന്ത ഉള്ളവരായി തീരുന്നു. അങ്ങനെ സുപ്രധാനമായ 6-ാം ഇന്ദ്രിയം സ്വരൂപിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നു. പക്ഷേ ഇനിയും നമുക്ക് വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നുവെച്ചാൽ നാം കൂടുതൽ തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. 11-ാമത്തെ ഈ പടി പറയുന്ന കാര്യത്തിൽ നാം ഒട്ടും ലജ്ജ ഉള്ളവരാകരുത്. നമ്മളെക്കാൾ കൂടുതൽ മേന്മയേറിയ മനുഷ്യർ അഭംഗുരമായി അത് ഉപയോഗിക്കുന്നുണ്ട്, പ്രാർത്ഥനയെ ആശ്രയിക്കുന്നുണ്ട്. ശരിയായ മനോഭാവം പുലർത്തുകയും അതിനുവേണ്ടി ശ്രമം ചെയ്യുകയും ചെയ്താൽ പ്രാർത്ഥന ശരിക്കും ഫലം തരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് അഷ്ടപഷ്ട പുലർത്തുക എന്നത് എളുപ്പമായിരിക്കാം. എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുനിശ്ചിതവും വിലപ്പെട്ടതുമായ കുറെ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമെന്നാണ്. ഓക്കെ, അത് ഇംഗ്ലീഷിൽ രണ്ട് പാരഗ്രാഫായിട്ട്, പക്ഷെ നമ്മുടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഒന്നിച്ചൊരു പാരഗ്രാഫ് ആക്കണം. എന്നാലും കുഴപ്പമില്ല, ഞാൻ വായിക്കാം. മച്ച് ഹാസ് ഓൾറെഡി ബീൻ സെഡ് അബൌട്ട് റിസീവിംഗ് സ്ട്രെങ്ത്, ഇൻസ്പിറേഷൻ ആൻഡ് ഡയറക്ഷൻ. അതായത് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ, പ്രേരണയും ഡയറക്ഷൻ, ഒരു മാർഗവും പരിപാലനവും ഒക്കെ ഫ്രം ഹിം ഹു ഹാസ് ഓൾ നോളജ് ആൻഡ് പവർ. ആരിൽ നിന്നാണ്? ഹയർ പവറിൽ നിന്ന്. അവന് എന്താണുള്ളത്? നോളജും പവറും. അവന് ഒരു പാഠമുണ്ട്, കാര്യബോധമുണ്ട്, പവർ ഉണ്ട്, സ്വാധീനമുണ്ട്, നിയന്ത്രണ ശക്തിയുണ്ട്. ഇഫ് യു ഹാവ് കെയർഫുള്ളി ഫോളോഡ് ഡയറക്ഷൻ വി ഹാവ് ബിഗാൻ ടു സെൻസ് ദ ഫ്ലോ ഓഫ് ഹിസ് സ്പിരിറ്റ് ഇൻ ടു അസ്. അപ്പോ കൃത്യമായ ശ്രദ്ധയോടുകൂടി അവന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ വി ഹാവ് ബിഗാൻ ടു സെൻസ് ദ ഫ്ലോ ഓഫ് ഹിസ് സ്പിരിറ്റ് ഇൻ ടു അസ്. ഒരു ഫ്ലോ ആണ്, നമ്മൾ പ്രവഹിക്കുക, കവിഞ്ഞൊഴുകുക, നമ്മളെ ചുറ്റിക്കൊണ്ട് ആ സ്പിരിറ്റ് കടന്നു പോകും. ടു സം എക്സ്റ്റെന്റ് വി ഹാവ് ബിക്കം ഗോഡ് കോൺഷ്യസ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു ദൈവ അതായത് നമ്മുടെ ഡയറക്ടറെ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ വരും. അതങ്ങനെ ഒരു ദൈവത്തിന്റെ മനസ്സാക്ഷി നമുക്ക് കിട്ടും. വി ഹാവ് ബിഗാൻ ടു ഡെവലപ്പ് ദിസ് വൈറ്റൽ സിക്സ് സെൻസ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് നേഴ്സുമാരാകുമ്പോൾ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ റേറ്റ്, ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കുന്നതാണ് വൈറ്റൽ. അപ്പൊ അത് ലൈഫ് സപ്പോർട്ടാണ്. അപ്പോൾ വി ഹാവ് ബിഗാൻ ടു ഡെവലപ്പ് ദിസ് വൈറ്റൽ സിക്സ് സെൻസ്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള, ആത്മീയ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു 6-ാം ഇന്ദ്രിയം നമ്മളിൽ വരും. ബട്ട് വി മസ്റ്റ് ഗോ ഫർദർ ആൻഡ് ദാറ്റ് മീൻസ് മോർ ആക്ഷൻ. എന്താണ്? കൂടുതൽ പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് 11ലേക്ക് പോകണം. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് 10 കഴിഞ്ഞു. സ്റ്റെപ്പ് 11 സജസ്റ്റ് പ്രയർ ആൻഡ് മെഡിറ്റേഷൻ. എന്താണ് പ്രയർ? പ്രയർ എന്ന് വെച്ചാൽ സ്പീക്ക് ചെയ്യുക, മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ദൈവം പറയുന്നത് ലിസൺ ചെയ്യുക. വി ഷുഡൻ ബി ഷൈ ഓൺ ദ മാറ്റർ ഓഫ് പ്രയർ. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രയറിനെ കുറിച്ച് നാണം കെടേണ്ട ആവശ്യമില്ല. ബെറ്റർ മെൻ ദാൻ വി ആർ യൂസിങ് ഇറ്റ് കോൺസ്റ്റന്റ്ലി. അപ്പൊ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ ആവും. നല്ലൊരു മനുഷ്യൻ, ബെറ്റർ മാൻ ആവും. ഇറ്റ് വർക്ക്സ് ഇഫ് യു ഹാവ് ദ പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് ആൻഡ് വർക്ക് ഇറ്റ്. ആറ്റിറ്റ്യൂഡ് എന്താണ്? ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം. ആൻഡ് വർക്ക് അറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 10 ആണ്. നമ്മൾ പ്രവൃത്തി എല്ലാ ദിവസവും സ്റ്റെപ്പ് 10 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫെയ്ത്ത് കൂടുതൽ വരും. ഇറ്റ് വുഡ് ബി ഈസി ടു ബി വാഗ്യൂ അബൌട്ട് ദിസ് മാറ്റർ. Yet we believe we can make some definite and valuable suggestions. അപ്പോ 11-ാമത്തെ ഈ പടി പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും ലജ്ജയുള്ളവരാകരുത്. നമ്മേക്കാൾ കൂടുതൽ മേന്മയേറിയ മനുഷ്യർ അഭംഗുരമായി ഇത് ഉപയോഗിക്കുന്ന പ്രാർത്ഥനയെ ആശ്രയിക്കുന്നുണ്ട്. ശരിയായ മനോഭാവം പുലർത്തുകയും അതിനുവേണ്ടി ശ്രമം ചെയ്യുകയും ചെയ്താൽ പ്രാർത്ഥന ശരിക്കും ഫലം തരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് അസ്പഷ്ടത പുലർത്തുക എന്നത് എളുപ്പമായിരിക്കാമെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുനിശ്ചിതവും വിലപ്പെട്ടതുമായ കുറെ നിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമെന്നാണ്. അപ്പം പിന്നീട് അങ്ങോട്ട് അവര് കുറെ നിർദ്ദേശങ്ങൾ
തരികയാണ്. അടുത്ത് വായിക്കാവോ? രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ക്രിയാത്മകമായി ഞങ്ങളുടെ അന്നത്തെ ദിവസം പുനഃപരിശോധിക്കുന്നു. ഞങ്ങൾ വൈരാഗ്യമുള്ളവരോ സ്വാർത്ഥ ചിന്തയുള്ളവരോ ആയിരുന്നോ, സത്യനിഷ്ഠയില്ലാത്തവരോ ഭയപരവേശരോ ആയിരുന്നോ എന്നൊക്കെ ഞങ്ങൾ ആരോടെങ്കിലും മാപ്പ് പറയേണ്ടതായിട്ടുണ്ടോ? മറ്റൊരു വ്യക്തിയോട് ഉടൻ തന്നെ തുറന്നു പറയേണ്ടതായ എന്തെങ്കിലും കാര്യം ഞങ്ങൾ സ്വയം മറച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാവരോടും ഞങ്ങൾ ദയയുള്ളവനും കനിവുള്ളവനുമായിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ നന്നായി ചെയ്യാമായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? മിക്കവാറും സമയങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു. അതോ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. പൊതുവെ ജീവിതധാരയിലേക്ക് ഞങ്ങൾക്ക് എന്ത് പങ്ക് നൽകാൻ കഴിഞ്ഞു? ഇങ്ങനെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ ഈ അവസരത്തിൽ മനപ്രയാസത്തിലേക്കും ദുഃഖത്തിലേക്കും അനാരോഗ്യമായ ചിന്തകളിലേക്കും മനസ്സ് തെന്നിപ്പോവാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കുള്ള പ്രയോജനക്ഷമത മേൽപ്പറഞ്ഞവ മൂലം നഷ്ടപ്പെടാനിടയുണ്ട്. ഇപ്രകാരമുള്ള പുനഃപരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ ദൈവത്തോട് മാപ്പിരക്കുകയും തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ എന്തെന്ന് ദൈവത്തോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പം അതിന് തൊട്ട് മുമ്പുള്ള ഇതിനകത്ത് വാഗ്യൂ അബൌട്ട് ദിസ് മാറ്റർ. വാഗ്യൂ എന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ട് അടിസ്ഥാനമില്ലാത്ത യെറ്റ് വി ബിലീവ് വി ക്യാൻ മേക്ക് സം ഡെഫിനിറ്റ് ആൻഡ് വാല്യുബിൾ സജഷൻ. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ സുനിശ്ചിതമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം. വെൻ വി റിട്ടയർ അറ്റ് നൈറ്റ്, എന്തുകൊണ്ടാണ് അവര് രാവിലെ എണീക്കുമ്പോൾ ഉള്ള കാര്യം ആദ്യം പറയാത്തത്? കാരണം ഒരാൾ ഡേ ടൈമില് 10-ാം പടിയില് ജീവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം രാത്രി കിടക്കുമ്പോഴാണ് 10-ാം പടി വി കൺസ്ട്രക്റ്റീവ്ലി റിവ്യൂ എന്നാണ് പറഞ്ഞത്. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് വിലയിരുത്തുക, ഒരു നിരൂപണം നടത്തുക, ഒരു വിമർശനം നടത്തുക, ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ് റിവ്യൂ. കൺസ്ട്രക്റ്റീവ്ലി റിവ്യൂ ആണ്. ഇന്നലെ പകൽ മുഴുവൻ ഞാൻ 10-ാം പടി എങ്ങനെയാണ് എടുത്തത്? വേർ വി റിസൻഫുൾ, സെൽഫിഷ്, ഡിസ്ഹോണസ്റ്റ് ഓർ അഫ്രൈഡ്. ഇത് എവിടെയാണ്? നമ്മുടെ 5-ാമത്തെ കോളത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. കുറച്ച് മുമ്പും പറഞ്ഞു, ഇപ്പോഴും പറയാണ്. എവിടെയാണ് ഞാൻ നീരസമുള്ളവനായത്, സ്വാർത്ഥനായത്, സത്യസന്ധനായത്? പേടി, അഫ്രൈഡ് എന്ന ഫിയർ എന്നുള്ളതിന്റെ മറ്റൊരു വാക്ക് ഉപയോഗിച്ചെന്നുള്ളൂ, അഫ്രൈഡ്. ഡു വി ഓൺ അപ്പോളജി, സ്റ്റെപ്പ് 8 and 9. ഞാൻ ആരോടെങ്കിലും ക്ഷമ ചോദിക്കേണ്ടതുണ്ട്. ഹാവ് വി കെപ്റ്റ് സം തിങ് ടു അവർ സെൽസ് വിച്ച് ഷുഡ് ബി ഡിസ്കസ്ഡ് വിത്ത് അനദർ പേഴ്സൺ അറ്റ് വൺസ്. ഞാൻ 5-ാം പടി എന്താണ്? മറ്റൊരാളോട് ഞാൻ പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടോ? വേർ വി കൈൻഡ് ആൻഡ് ലവിങ് അനദർ കൈൻഡ് ആൻഡ് ലവിങ് ടുവാർഡ് ഓൾ. അതായത് എന്താണ് കൈൻഡ് ആൻഡ് ലവിങ്? നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഹ്യൂമിലിറ്റി ആൻഡ് ലവ്. ഹ്യൂമിലിറ്റിയുടെ മറ്റൊരു വാക്ക് എന്താണ്? കൈൻഡ്. ലവിങ് ടുവാർഡ്സ് ഓൾ. നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടും സഹനത്തോടും കൂടിയാണ് പെരുമാറിയത്. കൈൻഡ് ആൻഡ് ലവിങ്. വാട്ട് കുഡ് വി ഹാവ് ഡൺ ബെറ്റർ? എനിക്ക് ഇതിൽ നന്നായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ? വേർ വി തിങ്കിങ് ഓഫ് അവർസെൽസ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഞാൻ ഇന്ന് മൊത്തം എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു. ഞാനൊരു സ്വാർത്ഥതയിലായിരുന്നു. ഓർ വേർ വി തിങ്കിങ് ഓഫ് വാട്ട് വി കുഡ് ഡു ഫോർ അതേഴ്സ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നാണോ ചിന്തിച്ചത്? ഓഫ് വാട്ട് വി കുഡ് പാക്ക് ഇൻ ടു ദി സ്ട്രീം ഓഫ് ലൈഫ്. സ്ട്രീം ഓഫ് ലൈഫിൽ എനിക്ക് എന്തെങ്കിലും സ്ട്രീം ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ് ജീവിതത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞത്? ബട്ട് വി മസ്റ്റ് ബി കെയർഫുൾ നോട്ട് ടു ഡ്രിഫ്റ്റ് ഇൻ ടു. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുവരും? നമ്മളൊരു ശ്രദ്ധ ചെലുത്തണം. എന്താണ്? നമ്മൾ വറി, വളരെ വിഷമത്തിലേക്ക്, റിമോഴ്സ് ഓർ മോർഫിഡ് റിഫ്ലക്ഷൻ. അതായത് നമ്മൾ സ്വാർത്ഥ ബുദ്ധിയായിരുന്നോ, സത്യസന്ധ ഇല്ലാതെ പെരുമാറിയോ, ഭയപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലോട് ഒരു ക്ഷമായാചന നടത്തണോ, ക്ഷമാപണം നടത്തണോ, മറ്റൊരാളോട് പറയേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സ്ട്രീമിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, ചിന്തകൾ വരുമ്പോൾ, ഒരു തുടർന്ന് ഇങ്ങനെ ഒരു തീർച്ചാല് പോലെ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഒരു പ്രവാഹം, ഒരു ഡ്രിഫ്റ്റ്, ഒരു കൂന നിറയാൻ സാധ്യതയുണ്ട്. ആ കൂന എന്തൊക്കെയാണ്? വറി, അലട്ട്, വളരെ ആദി പിടിക്കുക, ആകുലത, വ്യാകുലത എന്നൊക്കെ പറയാൻ വറി. റിമോഴ്സ് എന്താണ്? പശ്ചാത്താപം, ഒരു അനുതാപം, മനോവേദന. മോർബിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു രോഗഗ്രസ്തമായ അല്ലെങ്കിൽ അനാരോഗ്യകരമായ അവസ്ഥ. അത് റിഫ്ലക്ട് ചെയ്യും, പ്രതിബിംബിക്കും. അങ്ങനെ നമ്മളെ ഡിമിനിഷ് ചെയ്യും, ചുരുക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യും. But we must be careful not to drift, worry, remorse, morbid reflection, for that would diminish our usefulness to others. ഇങ്ങനെ ചെയ്ത എന്താണ്? ഇതെല്ലാം വറി എന്താണ്? സെൽഫാണ്. റിമോഴ്സ് സെൽഫ്, അവനവന്റെ കാര്യം മാത്രം ചിന്തിച്ച് ഇരിക്കണം. സെൽഫ് എന്നാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റും. ആൻഡ് എൻക്വയർ വാട്ട് കറക്റ്റീവ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ. എന്താണ് നമ്മൾ നമ്മൾ എൻക്വയറി ചെയ്യണം, നമ്മൾ അന്വേഷിക്കണം.
ഇതിനകത്ത് സ്റ്റെപ്പ് 6, 7, 8, 9 ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ഞാൻ ഇവിടെയുള്ള ആരോടെങ്കിലും മറ്റൊരാളോട് ഞാൻ പറയേണ്ടതുണ്ടോ? സ്റ്റെപ്പ് 5, 8, 9 ഞാൻ ഒരു അപ്പോളജി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെയ്തതിനു ശേഷം രാവിലത്തെ കാര്യം എന്താണ് പറയണേ? പിന്നെ വായിക്കാവോ? രാവിലെ ഉണരുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള 24 മണിക്കൂറിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം. ഞങ്ങൾ ഒരു ദിവസത്തേക്ക് മാത്രമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ഞങ്ങളുടെ ശരിയായ ചിന്തകൾക്ക് വഴികാട്ടാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ആത്മനിന്ദയിൽ നിന്നും അസത്യത്തിൽ നിന്നും തൻകാര്യമാത്ര നിഷ്ഠയിൽ നിന്നും അകന്നു നിൽക്കുന്നതിനാവശ്യമായ മാർഗസിദ്ധിക്ക് വേണ്ടി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനസികമായ കഴിവുകളെ ഉറച്ച മനസ്ഥിതിയോടെ പ്രയോഗക്ഷമമാക്കാൻ കഴിയുന്നു. കാരണം ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി ദൈവം ഞങ്ങൾക്ക് തലച്ചോറ് നൽകിയിട്ടുണ്ട്. ദുർമോഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ചിന്ത മുക്തമാക്കപ്പെടുമ്പോൾ ചിന്തയുടെ പിൻബലമുള്ള ഞങ്ങളുടെ ജീവിതം കുറെ കൂടി ഉയർന്ന തലത്തിലെത്തുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ലെറ്റസ് തിങ്ക് അബൌട്ട് ദ 24 hours ഡേ. അപ്പൊ അന്നത്തെ ദിവസത്തെ 24 മണിക്കൂർ നേരത്തെ കുറിച്ച് ചിന്തിക്കുന്നു. വി കൺസിഡർ അവർ പ്ലാൻസ് ഫോർ ദ ഡേ. ഇന്നത്തെ പ്ലാനുകൾ ചിന്തിക്കുന്നു. ബിഫോർ വി ബിഗിൻ വി ആസ്ക് ഗോഡ് ടു ഡയറക്റ്റ് അവർ തിങ്കിങ്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ ദൈവത്തോട് നമ്മൾ ആവശ്യപ്പെടുന്നു. എസ്പെഷ്യലി ആസ്കിങ് ദാറ്റ് ഇഫ് ബി ഡൈവേഴ്സ് ഫ്രം സെൽഫ് പിറ്റി. എന്താണ് ഡൈവേഴ്സ് ചെയ്യുക? സെൽഫ് പിറ്റി, ഉപേക്ഷിക്കുക. സ്വയം സഹതാപം, ഡിസ്ഹോണസ്റ്റ്, സത്യസന്ധയില്ലാത്ത സെൽഫ് സീക്കിംഗ് മോട്ടീവ്സ്, അല്ലെങ്കിൽ അവനവന്റെ കാര്യം മാത്രം അന്വേഷിക്കുന്ന മോട്ടീവ്സ് ഉപേക്ഷിച്ചുകൊണ്ട് അണ്ടർ ദിസ് കണ്ടീഷൻ വി ക്യാൻ എംപ്ലോയ് അവർ മെന്റൽ faculties with assurance for after all God gave us brains to use. അതായത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് അവർ തോട്ട് ലൈഫ് വിൽ ബി പ്ലേസ്ഡ് ഓൺ എ മച്ച് ഹയർ പ്ലെയിൻ. ഹയർ പ്ലെയിൻ എന്നാണ് ഒരു സ്പിരിച്വൽ, ഉയർന്ന സ്പിരിച്വാലിറ്റിയിലേക്ക് when our thinking is cleared of wrong motives. അതായത് റോങ് മോട്ടീവ്സ്, ഡിഫക്ട്സ്, നമ്മുടെ ഡിഫക്ട്സിൽ നിന്ന് ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് നമുക്ക് എണീക്കാനായിട്ട് രാവിലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ സെൽഫ് പിറ്റി, ഡിസ്ഹോണസ്റ്റ്, സെൽഫ് സീക്കിങ്ങും, സ്വയസഹതാപം, സത്യസന്ധതയില്ലാത്ത കാര്യങ്ങൾ, അവനവന്റെ കാര്യം മാത്രം അന്വേഷിക്കുന്ന തൻകാര്യപ്രസക്തമായ കാര്യങ്ങളെല്ലാം മാറ്റി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അടുത്തത് ഇൻ തിങ്കിങ് അബൌട്ട്, അടുത്തത് തീർക്കാം നമുക്ക്. ഓക്കെ, ഞങ്ങളുടെ ഇന്നത്തേത് മാത്രമായ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അനിശ്ചിതത്വത്തെ അഭിമുഖീകരിച്ചേക്കാം. ഏതു തരത്തിലുള്ള നടപടിക്രമമാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയാതെ ഞങ്ങൾ വിഷമിച്ചേക്കാം. ഈ സന്ദർഭത്തിൽ പ്രചോദനത്തിനും സഹജാവബോധതല ചിന്തകൾക്കും തീരുമാനത്തിലുമായി ദൈവത്തിനോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ആയാസരഹിതമായ നില അവലംബിച്ച് അതിനെ ലളിതമായി സമീപിക്കുന്നു. ഞങ്ങൾ ഒട്ടും വേവലാതിപ്പെടുന്നില്ല. കുറെ സമയത്തേക്ക് ഈ രീതി അവലംബിച്ചു കഴിയുമ്പോൾ എത്ര പെട്ടെന്ന് ശരിയായ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഞങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഒരു ഭൂതോദയം പോലെ വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന ഒരു അനുഭവം പോലെയായിരുന്ന കാര്യം ഇപ്പോൾ മനസ്സിന്റെ ഒരു പ്രവർത്തന ശൈലിയായി മാറിയിരിക്കുന്നു. അനുഭവരാഹിത്യമുള്ളത് കൊണ്ടും ദൈവവുമായുള്ള സന്തത സഹവർത്തിത്വം സമീപകാലത്ത് മാത്രം ലഭിച്ചവരായതുകൊണ്ടും എപ്പോഴും പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുക എന്ന സാധ്യത ഞങ്ങൾക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള മോശമായ പ്രവൃത്തികളുടെയും ധാരണകളുടെയും കാര്യത്തിൽ ഞങ്ങൾ ഈ അനുമാനത്തിന്റെ വെളിച്ചത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു. എന്നിരുന്നാലും സമയം കടന്നു പോകുന്തോറും ഞങ്ങളുടെ ചിന്തിക്കുന്ന മനസ്സ് കൂടുതൽ പ്രചോദനത്തിന്റെ തലത്തിലേക്ക് ഉയർന്നു ചെല്ലുന്നതായി ഞങ്ങൾ അറിയുന്നു. ക്രമേണ അതിനെ വിശ്വസിച്ച് ആശ്രയിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. അടുത്തതിൽ പറയാണ്, ഞങ്ങളുടെ ഇന്നത്തേത് മാത്രമായ, അതായത് 24 മണിക്കൂറത്തേക്കുള്ള ചിന്ത വരുമ്പോ ചിലപ്പോൾ ഒരു അനിശ്ചിതത്വം നമുക്ക് അപേക്ഷിക്കാം. ഏതരത്തിലുള്ള നടപടിക്രമമാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയാതെ ഞങ്ങൾ വിഷമിച്ചേക്കാം. We may not be able to determine which course to take. Here we ask God for inspiration. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് ഒരു ഇൻസ്പിറേഷൻ, ഒരു ഇൻറ്റ്യൂട്ടീവ് തോട്ട് ഓർ എ ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുന്നതിനായിട്ട്, സഹജാവബോധതല ചിന്തകളിലേക്ക് വരാനായിട്ട്. ഞങ്ങൾ ആയാസരഹിതമായ നില അവലംബിച്ച് അതിനെ ലളിതമായി സമീപിക്കും. ഞങ്ങൾ ഒട്ടും വേവലംബിക്കപ്പെടുന്നില്ല. വി ആർ റിലാക്സ് ആൻഡ് ടേക്ക് ഇറ്റ് ഈസി. വി ഡോണ്ട് സ്ട്രഗിൾ. വി ആർ ഓഫൺ സർപ്രൈസ് ഹൗ ദ റൈറ്റ് ആൻസർ കം ആഫ്റ്റർ വി ഹാവ് ട്രൈഡ് ദിസ് ഫോർ എ വൈൽ. ഇപ്പൊ കുറച്ച് കാലമൊക്കെ നമ്മൾ ഇത് ചെയ്തു കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ഈ സംഗതി കടന്നു വരുന്നതിനെ കുറിച്ച്, അതായത് ഈ രീതി അവലംബിച്ചു എത്ര പെട്ടെന്നാണ് ശരിയായ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഞങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഒരു ബോധോദയം പോലെയോ വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന ഒരു അനുഭവം പോലെ ആയിരുന്ന കാര്യം ഇപ്പോൾ നമ്മൾ സ്ഥിരമായി പ്രവർത്തിക്കുമ്പോൾ മനസ്സിന്റെ ഒരു പ്രവർത്തന ശൈലിയായിട്ട് മാറും. അനുഭവരാഹിത്യമുള്ളതായിരുന്നുകൊണ്ടും ദൈവവുമായുള്ള സന്തത സൗഹൃദ സമീപകാലത്ത് മാത്രം ലഭിച്ചതായിരുന്നുകൊണ്ടും എല്ലായ്പ്പോഴും പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധ്യത ഞങ്ങൾക്ക് കുറവാണ്. നമ്മൾ അടുത്ത കാലത്താണ് കോൺഷ്യസ് കോണ്ടാക്ട് വിത്ത് ഗോഡ് വന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്രോബബിൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ബി ഇൻസ്പയർഡ് അറ്റ് ഓൾ ടൈംസ്. വി മൈറ്റ് പേ ഫോർ ദിസ്
perception in all sorts of absurd actions and ideas. Nevertheless, we find that our thinking will, as this time pass, be more and more on the plane of inspiration we come to rely upon. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള മോശമായ പ്രവർത്തികളും ധാരണകളുടെയും കാര്യത്തിൽ ഞങ്ങൾ ഈ അനുമാനത്തിന്റെ വെളിച്ചത്തിൽ ആശ്വാസം കണ്ടെത്തുന്നിരുന്നാലും സമയം കടന്നു പോകുന്തോറും ഞങ്ങളുടെ ചിന്തിക്കുന്ന മനസ്സ് കൂടുതൽ കൂടുതൽ പ്രചോദനത്തിന്റെ തലത്തിലേക്ക് ഉയർന്നു ചെല്ലുന്ന ഞങ്ങൾ അറിയുന്നു. ക്രമേണ അതിനെ വിശ്വസിച്ച് ആശ്രയിക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. അപ്പോ നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാനായിട്ട് ദൈവം സ്റ്റെപ്പ് 11 ഒരു പ്രോമിസ് ആണത്. നമുക്ക് ചിന്തകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ആദ്യമൊക്കെ വല്ലപ്പോഴും വന്നുകൊണ്ടിരുന്നത് ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുക, നമ്മൾ ഫ്ലോ ചെയ്യുകയാണ്. അപ്പൊ അടുത്ത് വായിക്കാമോ? ഞങ്ങളുടെ അടുത്ത നടപടിക്രമം എന്തായിരിക്കണമെന്ന് വെളിപ്പെടുത്തി തരുന്നതിനും ഞങ്ങളുടെ പ്രശ്നങ്ങളോട് ജാഗ്രത പുലർത്താൻ ആവശ്യമായ ശക്തി ലഭിക്കുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങളുടെ ധ്യാനം സാധാരണ സമാപിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ തന്നിഷ്ടത്തിൽ നിന്നുള്ള വിമുക്തിക്കായി പ്രത്യേകം അപേക്ഷിക്കുകയും സ്വന്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ പ്രാർത്ഥനാവേളയിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമോ ഞങ്ങൾ സ്വയം അന്വേഷിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഞങ്ങളിൽ പലരും ധാരാളം തവണ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സമയം പാഴാക്കിയിട്ടുള്ളവരും അത് നിഷ്ഫലമാണെന്ന് അറിഞ്ഞിട്ടുള്ളവരുമാണ്. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എളുപ്പത്തിൽ കാണാൻ കഴിയും. സാഹചര്യങ്ങൾ ഓക്കെ, അപ്പൊ എളുപ്പത്തിൽ കാണുക. ഇപ്പൊ അടുത്ത നടപടികൾ എന്ന് വെളിപ്പെടുത്തി തരുന്നതിനും ഞങ്ങളുടെ പ്രശ്നങ്ങളോട് ജാഗ്രത പുലർത്താൻ ആവശ്യമായ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങളുടെ ധ്യാനം സാധാരണ സമാപിക്കുന്നത്. We usually conclude the period of meditation with a prayer that we be shown all through the day what our next step into be, that we be given whatever we need to take care of such problems. പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ പരിഗണിക്കാം? We ask especially for freedom from self-will. നമ്മൾ സ്വാർത്ഥതയിൽ നിന്ന് മോചനാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡ് ആർ കെയർഫുൾ ടു മേക്ക് നോ റിക്വസ്റ്റ് ഫോർ അവർ സെൽസ് ഓൺലി. നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. വി മേ ആസ്ക് ഫോർ അവർ സെൽസ്, however if there will be helped. We may ask for ourselves, however, ഞങ്ങളുടെ അന്വേഷണ വിമുക്തിക്കായി പ്രാർത്ഥിക്കുക. സ്വന്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ പ്രാർത്ഥനകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമ്പോൾ ഞങ്ങൾ സ്വയം അന്വേഷിക്കുന്നു. നമ്മൾ സ്വയം മറ്റുള്ളവരെ സഹായിക്കും. വി ആർ കെയർഫുൾ നെവർ ടു പ്രേ ഫോർ അവർ ഓൺ സെൽഫിഷ്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ഊന്നിക്കൊണ്ടുള്ള പ്രാർത്ഥനയല്ല. മെനി ഓഫ് us ഹാവ് ധാരാളം വർഷങ്ങൾ നമുക്കൊന്നു വേണ്ടി പ്രാർത്ഥിച്ച് വേസ്റ്റഡ് എ ലോട്ട് ഓഫ് ടൈം ഡൂയിങ് ദാറ്റ് ആൻഡ് ഇറ്റ് ഡസന്റ് വർക്ക്. യു ക്യാൻ ഈസിലി സീ വൈ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. അപ്പൊ പ്രാർത്ഥന എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും, നമുക്ക് വേണ്ടിയിട്ടല്ല. ഞാനൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് അങ്ങനെ സമയം കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അടുത്തത് എന്താണ്? ഇഫ് സർക്കംസ്റ്റൻസ് വാറന്റ്, സാഹചര്യങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഭാര്യമാരോടും സുഹൃത്തുക്കളോടും പ്രഭാത ധ്യാനത്തിൽ ഒത്തുചേരുവാൻ ആവശ്യപ്പെടും. ഞങ്ങൾ പ്രഭാത ധ്യാനം ദിനചര്യയാക്കിയിട്ടുള്ള ഒരു മതവിശ്വാസത്തിൽപ്പെടുന്നവരാണെങ്കിൽ അത്തരം ധ്യാനത്തിലും പങ്കെടുക്കുന്നു. ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെടുന്നവരല്ല ഞങ്ങളെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനകൾ, നാം ഇതുവരെ ചർച്ച ചെയ്ത തത്വങ്ങൾ ഊന്നൽ നൽകുന്ന തരത്തിലുള്ളവ തിരഞ്ഞെടുക്കുകയും ഹൃദയസ്ഥമാക്കുകയും ചെയ്യുന്നു. വളരെയേറെ സഹായകരമായ നിരവധി പുരസ്കാരങ്ങളും ലഭ്യമാണ്. ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ദൈവികന്മാരിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ ലഭ്യമാണ്. മതനിഷ്ഠയുള്ള ആളുകൾ എത്രമാത്രം ശരി ചെയ്യുന്നവരാണ് എന്ന് കാണുവാൻ ഞങ്ങൾ വലിയ താല്പര്യം കാണിക്കുന്നു. അവർ നൽകുന്ന നല്ല കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ സന്നദ്ധരാകുന്നു. അപ്പൊ അടുത്ത ഒരു ചെറിയ സജഷനാണ്, മിനി സജഷനാണ്. എന്താണ്? നമ്മുടെ സാഹചര്യം അനുവദിക്കുന്നെങ്കിൽ ഭാര്യമാരോടും സുഹൃത്തുക്കളോടും ഒക്കെ നമ്മുടെ പ്രഭാത ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറയുന്നത്. ഇഫ് യു ബിലോങ് ടു എ റിലീജിയസ് ഡെനോമിനേഷൻ വിച്ച് റിക്വയർസ് എ ഡെഫിനിറ്റ് മോർണിംഗ് ഡിവോഷൻ. അതായത് ചില മതപരമായിട്ടുള്ള ഇതിലൊക്കെ നമ്മൾ പ്രഭാത പ്രാർത്ഥനയൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ റിലീജിയസ് വിച്ച് റിക്വയർസ് എ ഡെഫിനിറ്റ് മോർണിംഗ് ഡിവോഷൻ, ഒരു രാവിലത്തെ ആരാധന പറയുന്നുണ്ട്. വി അറ്റൻഡ് ടു ദാറ്റ് ഓൾസോ. ഓൾസോ എന്നുള്ള വാക്കാണ്. വി അറ്റൻഡ് ടു ദാറ്റ് ഓൾസോ എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ അതിൽ കൂടിയും പങ്കെടുക്കുന്നു. അല്ലാണ്ട് ഇത് കളഞ്ഞിട്ട് അവിടെ പോവല്ല ചെയ്യണേ. ഇത് കളഞ്ഞിട്ട് ഇത് എങ്ങനെയാലും ചെയ്യണം. അത് നമുക്ക് പ്ലസ് ആയിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. വി അറ്റൻഡ് ടു ദാറ്റ് ഓൾസോ എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും മതപരമായ ഞങ്ങളെങ്കിൽ ഒരു പ്രത്യേക തരത്തിൽ പ്രാർത്ഥനകൾ തിരഞ്ഞെടുക്കുകയും കൃത്യമാക്കുകയും വളരെ സഹായം നിരവധി പുസ്തകങ്ങൾ അതവിടെ ചേർത്തൽ പ്രഭാതനം എന്തായാലും. അപ്പൊ ഓൾസോ വി അറ്റൻഡ് ടു ദാറ്റ് ഓൾസോ, അതും കൂടി. ഇഫ് നോട്ട് മെമ്പേഴ്സ് ഓഫ് റിലീജിയസ് ബോഡീസ് we sometimes select and memorize a few set prayers which emphasize the principle we have been discussing. അപ്പൊ ഇനി നമുക്ക് ഏതെങ്കിലും മതവിഭാഗത്തിലല്ലാത്തപ്പെട്ടവരല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ 24 hours ഡേ എന്നൊക്കെ ഉള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അത് നമുക്ക് എടുക്കാം. പ്രാർത്ഥന കഴിക്കാൻ പ്രത്യേക സജഷൻസ് ഒന്നും ബിഗ് ബുക്ക് കൊടുക്കുന്നില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥന നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ദർ ആർ മെനി ഹെൽപ്ഫുൾ ബുക്സ് ഓൾസോ. ധാരാളം പുസ്തകങ്ങളുണ്ട്. സജഷൻസ് അബൌട്ട് ദിസ് മേ ബി ഒബ്റ്റൈൻഡ് ഫ്രം വൺസ് പ്രീസ്റ്റ്, മിനിസ്റ്റർ ഓർ റബി. ചില പുരോഹിതരുടെ റബ്ബികളുടെയൊക്കെ സജഷൻസ് നമുക്ക് സ്വീകരിക്കാം. ബി ക്വിക്ക് ടു സീ വെയർ റിലീജിയസ് പീപ്പിൾ ആർ റൈറ്റ്. അവര് മതത്തിൽപ്പെട്ടവര് അല്ലെങ്കിൽ മതത്തിലെ ആളുകൾ എത്ര ശരിയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മേക്ക് യൂസ് ഓഫ് വാട്ട് ദേ ഓഫർ. അവർ നമുക്ക് വരുന്നത് സ്വീകരിക്കുക. ഒരു ക്ലോസ് മൈൻഡഡ് ആയിട്ടുള്ള മൈൻഡിൽ നിന്ന് മാറ്റി ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് സ്വീകരിച്ച് അവരിൽ നിന്ന് സ്വീകരിക്കാവുന്നല്ല സ്വീകരിക്കുക. പക്ഷെ വി അറ്റൻഡ് ടു ദാറ്റ് ഓൾസോ. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. മോർണിംഗ് ഡിവോഷൻ എന്ന് പറയുന്ന മറ്റുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കെടുക്കണം. ഒപ്പം നമ്മുടെ ഈ പ്രഭാത ധ്യാനവും തുടരണമെന്നാണ് ബിഗ് ബുക്ക് പറയുന്നത്. അടുത്ത് വായിക്കാവോ? മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഓരോ ദിവസവും ഞങ്ങൾ വികാരശുദ്ധരാകുമ്പോഴും സംശയഗ്രസ്തരാകുമ്പോഴും ശരിയായ ചിന്തയ്ക്കും പ്രവൃത്തിക്കും വേണ്ടി ഒരു നിമിഷം കാത്തു നിൽക്കുന്നു. ജീവിതമാവുന്ന നാടകം കളിക്കൽ ഞങ്ങളല്ല നടത്തുന്നത് എന്ന് നിരന്തരമായി സ്വയം ഓർമ്മിപ്പിക്കുന്നു. ദൈവഹിതം നടക്കണമേ എന്ന് ഞങ്ങൾ വിനയാന്വിതമായി അപേക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മനോവിഭ്രാന്തികളിൽ നിന്നും ഭയം, കോപം, ആകുലത, സ്വയം സഹതാപം എന്നിവയിൽ നിന്നും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു. കുറെ കൂടി പ്രാപ്തിയുള്ളവരായി ഞങ്ങൾ മാറുന്നു. തോന്നും മട്ടിൽ ജീവിതം കരുപിടിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ പാഴാക്കിയിരുന്ന ഊർജം ഇപ്പോൾ നിഷ്ഫലമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് ക്ഷീണിതരാകുന്നില്ല. അത് ഫലപ്രദമായ രീതിയിലും യാഥാർത്ഥ്യമായ നിലയിലും പ്രവർത്തിക്കുന്നു. അമിത മദ്യപാനശക്തരായ നമ്മൾ തികച്ചും അച്ചടക്കരഹിതരാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വരച്ചു കാട്ടിയ രീതിയിലുള്ള മാർഗത്തിലൂടെ ഞങ്ങളെ അച്ചടക്കമുള്ളവരാക്കുവാനുള്ള ചുമതല ഞങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് എല്ലാമായില്ല. കൂടുതൽ പ്രവർത്തിക്കുക എന്ന സ്ഥിതി ഉണ്ടാക്കേണ്ടതുണ്ട്. അധ്വാനം കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. അടുത്ത അധ്യായം 12-ാമത്തെ പടിക്ക് വേണ്ടി മുഴുവനായും നീക്കിവെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്ത് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് ക്ലോസ് മൈൻഡഡ് ആകരുത്. വിലപ്പെട്ടുള്ള അവർ തരുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ ദിവസം ഞങ്ങൾ വികാര വിശുദ്ധരാകുമ്പോഴും നമ്മൾ ചിലപ്പോൾ അജിറ്റേറ്റഡ് ആവും, ഭയങ്കരമായിട്ട് സംശയം വരും. ആൻഡ് ആസ്ക് ഫോർ ദ റൈറ്റ് തോട്ട് ഓർ ആക്ഷൻ. നമ്മൾ ശരിയായ ചിന്തയ്ക്കും പ്രവൃത്തിക്കും വേണ്ടിയിട്ട് നമ്മൾ ആസ്ക് എന്ന് വെച്ചാൽ എന്നാണ്? പ്രാർത്ഥിക്കുന്നു. വി കോൺസ്റ്റന്റ്ലി റിമൈൻഡ് അവർ സെൽഫ് വി ആർ നോ ലോങ്ങർ. നമ്മൾ എന്താണ് ഓർമ്മിക്കുക? റണ്ണിങ് ദ ഷോ. നോ ലോങ്ങർ റണ്ണിങ് ദ ഷോ. നമ്മളല്ല ജീവിതമാകുന്ന നാടകം മുന്നോട്ട്. ഹംബിളി സെയിങ് ടു അവർ സെൽസ് മെനി ടൈംസ് ഈച്ച് ഡേ ദേ വിൽ ബി ഡൺ. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണം. 11 സ്റ്റെപ്പ് പ്രയർ എന്താണ്? ദേ വിൽ ബി ഡൺ. അതാണ് 11. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണേ. വി ആർ ദെൻ ഇൻ മച്ച് ലെസ് ഡേഞ്ചർ ഓഫ് എക്സൈറ്റ്മെന്റ്, ഫിയർ, ആങ്കർ, വറി, സെൽഫിറ്റി ആൻഡ് ഫൂളിഷ് ഡിസിഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെടുന്നില്ല, ദേഷ്യം വരുന്നില്ല, വിഷമിക്കുന്നില്ല, സ്വയം സഹതാപത്തിലെത്തുന്നില്ല, മണ്ടത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ലെസ് ഡേഞ്ചർ ആണ് അത്തരം തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. അത്തരം അപകടകരമായ തീരുമാനങ്ങളൊന്നും നമ്മൾ ലെസ് ഡേഞ്ചർ ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. വി ബിക്കേം മച്ച് മോർ എഫിഷ്യന്റ്. നമ്മൾ കൂടുതൽ പ്രായോഗിക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കും. വി ഡി നോട്ട് ടയർ സോ ഈസിലി ഫോർ വി ആർ നോട്ട് ബേണിംഗ് അപ്പ് എനർജി ഫുളിഷ്ലി. നമ്മുടെ ആരോഗ്യം നമ്മൾ കത്തിച്ചു കളയുന്നില്ല. സോ വി ഡിഡ് വെൻ വി വെയർ ട്രൈങ് ടു അറേഞ്ച് ലൈഫ് ടു സ്യൂട്ട് അവർ സെൽസ്. നമുക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അത് നമ്മൾ ജീവിതം അറേഞ്ച് ചെയ്യുന്നു. ഇറ്റ് വർക്ക്സ്, ഇറ്റ് റിയലി ഡസ്. ഇത് പ്രവർത്തിക്കും, ഇത് തീർച്ചയായും പ്രവർത്തിക്കും. നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ്, അതൊരു പ്രോമിസ് ആണ്. ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് വർക്ക്സ്, ഇറ്റ് റിയലി ഡസ് എന്നാണ്. വി ആൽക്കോളിക് ആർ അൺഡിസിപ്ലിനഡ്. നമ്മൾ അച്ചടക്കരഹിതമുള്ളവരായിരുന്നു. സോ വി ലെറ്റ് ഗോ ഡിസിപ്ലിൻ ആസ് ഇൻ ദ സിംപ്ലി വേ വി ഹാവ് ജസ്റ്റ് ഔട്ട്ലൈനഡ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള 8, 9, 10, 11, 12 പടികളിൽ പറഞ്ഞിട്ടുള്ള ബട്ട് ദിസ് ഇസ് നോട്ട് ഓൾ, ദർ ഈസ് ആക്ഷൻ ആൻഡ് മോർ ആക്ഷൻ. നമുക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്. ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ്. വീണ്ടും പറയുന്നു, ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ്. അതായത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് എൻറ്റയർലി ഡിവോട്ടഡ് ടു സ്റ്റെപ്പ് 12. അടുത്ത ചാപ്റ്റർ മുഴുവൻ സ്റ്റെപ്പ് 12 പറ്റിയാണ്. അമിതമദ്യപാനം നമ്മൾ തികച്ച അച്ചടക്കരയാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മാർഗത്തിലൂടെ ഞങ്ങൾ അച്ചടക്കമുള്ളവരാക്കുവാൻ ഉള്ള ചുമതല ഞങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുന്നു. വി ആർ അൺഡിസിപ്ലിൻഡ് ആണ്. നമ്മൾ ഡിസിപ്ലിനിലാക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്, ദൈവത്തെ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ആദ്യത്തെ സ്പോൺസർ ഈ വാക്കാണ് ആദ്യം. വി ആൽക്കഹോളിക്സ് ആർ അൺഡിസിപ്ലിനഡ് എന്ന് ഉള്ള വാക്കാണ് ആദ്യമേ എനിക്ക് ഒരു മാർക്ക് ചെയ്ത് തന്നത്. അത് ഞാൻ ഈ സമയത്ത് ഓർക്കണം. അപ്പൊ കുറെ കൂടി പ്രാപ്തിയുള്ളവരായി മാറി. അതിൽ തോന്നും മട്ടിൽ ജീവിതം കരുപ്പിടിച്ച സമയത്ത് ഞങ്ങൾ പാഴാക്കുന്ന ഊർജ്ജം ഇപ്പോൾ നിഷ്ഫലമായി പ്രയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് ക്ഷീണിതരാകുന്നില്ല. അത് ഫലപ്രദമായ രീതിയിലും യഥാർത്ഥമായ നിലയിലും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ റണ്ണിങ് ദ ഷോ, അതായത് നമ്മുടെ ഷോ നമ്മളല്ല ചെയ്തത്,
ദേ വിൽ ബി ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ 10-ാം പടിയിൽ പ്രോംപ്റ്റ്ലി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? ഉടനടി, വേഗത്തില്, പെട്ടെന്ന് തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പൊ 10ഉം 11ഉം 12 10-ാം പടിയാണ് നമ്മുടെ ഡെയിലി ജീവിതത്തിന് വേണ്ടത്. കാരണം അവിടെയാണ് നമ്മൾ വി ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ്. അപ്പൊ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാക്കിയിട്ട് അവർ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ടു ഗ്രോ, വളരുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം. അങ്ങനെ നമ്മൾ ഈ 10, 12, 12 പടികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെയാണ് നമ്മൾ റിസെന്റ്ഫുൾ ആയത്, സെൽഫിഷ് ആയത്, ഡിസോണസ്റ്റ് ആയത്, അഫ്രൈഡ് ആയത്. ഇതാണ് രാവിലെയും രാത്രിയും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഈ 4-5 കാര്യങ്ങളാണ്. അപ്പോൾ 4-ാമത്തെ പടിയിൽ 5-ാമത്തെ കോളത്തിൽ കണ്ടതാണ് പറയുന്നത്.